2,70,00,000 സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ബലി നൽകിയിട്ടുള്ള രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫ്രാങ്കോവിൻ്റെയും ഫാസത്തെ ഈ ഭൂമുഖത്ത് അവസാനിപ്പിച്ചത് സോവിയറ്റ് ചെമ്പടയുടെ ഇടപെടലാണ്. അതിന് നേതൃത്വം കൊടുത്ത മഹാനായ നേതാവാണ് ആര്? സഖാവ് സ്റ്റാലിൻ. ലെബനനിലെ ഹിസ്ബുള്ള ഗവൺമെൻറ്റും ഹിസ്ബുള്ള മിലിറ്ററിയും അതെന്താണ്? മരണത്തെ ഭയമില്ലാത്ത പോരാളികളുടെ സംഘടനയാണ്. 4 തവണയെ എണ്ണ വില കൂടുന്നു. ഇപ്പോൾ കേരളം ഭരിക്കുന്ന അന്ന് എണ്ണയുടെ സംസ്ഥാന നികുതി കുറക്കണമെന്ന് പറഞ്ഞ ആൾക്കാരെ കുറക്കുന്നില്ല. ക്യൂബയുടെ സ്ഥാപകനായ സോഷ്യലിസ്റ്റ് ക്യൂബയുടെ സ്ഥാപകനായ കാസ്ട്രോവിൻ്റെ ആശയം, മാർക്സിസം നൽകിയ ഉൾക്കാഴ്ച, ഭാവിയെ സംബന്ധിച്ച പ്രത്യാശ, ചരിത്രത്തെ സംബന്ധിച്ച അറിവുകൾ, ഇതെല്ലാമുള്ളൊരു ജനതയായതുകൊണ്ട് എന്താണ് ഇതിനെ എല്ലാം അതിജീവിക്കാൻ അവർക്ക് പ്രത്യയശാസ്ത്രപരമായി തന്നെ ഒരു കരുത്ത് ഉണ്ട്. ക്യൂബയ്ക്ക് എണ്ണ കൊടുക്കുന്നില്ല, ക്യൂബക്ക് വൈദ്യുതിയില്ല, വലിയ രീതിയിലുള്ള ബ്ലാക്ക് ഔട്ടുകളാണ്, വലിയ രീതിയിലുള്ള എന്താണ് ഇലക്ട്രിസിറ്റി സമ്പൂർണ്ണമായി നിന്നു പോവുകയാണ്. അപ്പോൾ ഒരു ജനതയോട് തങ്ങൾക്കുള്ള ലോകാധികാരത്തിൻ്റെ വഴികളെ, സ്ഥാപനപരമായ അധീശത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഒരു ജനതയോട് നമ്മുടെ കാലത്ത് കാണിക്കുന്ന ഒരു മഹാപാതകമാണ് ക്യൂബൻ ജനത ഇപ്പോൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ പഴയ വിപ്ലവകാരികളായ ബുദ്ധിജീവികളൊക്കെ തന്നെ എന്താണ് വലതുപക്ഷമാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന നറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ നേതൃത്വത്തിൽ 150ഓളം രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് വികസിക്കുകയാണ്. അത് വികസിച്ച് വന്നു കഴിഞ്ഞാൽ ലോക വാണിജ്യത്തിൻ്റെ ഭൂരിപക്ഷവും ഈ ബെൽറ്റ് ആൻഡ് റോഡ് വഴി. പശ്ചിമേഷ്യയ്ക്ക് ശേഷം ഇപ്പോൾ ക്യൂബയെയും ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്കാണ് അമേരിക്ക കടന്നു പോകുന്നത്. ഇപ്പോൾ റൗൾ കാസ്ട്രോക്കെതിരായ കുറ്റപത്രവും അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭീഷണി, അല്ലെങ്കിൽ ക്യൂബയെ ഒരു ഭീഷണിയായിട്ട് അമേരിക്ക ഇന്നോ ഇന്നലെയോ കണ്ടു തുടങ്ങിയതല്ല. ഇതിനു മുമ്പ് ഫിദലിനെയും ചെഗുവേരയും എല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ ഉപരോധ നയങ്ങളെല്ലാം തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ഒരു ഭീഷണിയായി കാണുന്നത്, ക്യൂബയെ ഒരു ഭീഷണിയായി കാണുന്നത് ഐഡിയോളജിക്കലായിട്ടുള്ള താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് അതിൽ വരുന്നുണ്ടോ? ജിയോ പൊളിറ്റിക്കലാണ്, അത് ഐഡിയോളജിക്കലാണ്. ഒന്ന്, 1800കളുടെ അവസാനമാണ് സ്പാനിഷ് കോളനിയായിരുന്ന ഈ കരീബിയൻ മേഖല, ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കൻ അധിനിവേശത്തിന് കീഴിൽ വരുന്നത്. ഈ അധിനിവേശ രാജ്യമായ ക്യൂബയിൽ ആ ക്യൂബ സമ്പൂർണമായി അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാപഭരണകൂടങ്ങളെ, സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെയാണ് അവിടെ അമേരിക്ക എല്ലാ കാലത്തും വാഴിച്ചിരുന്നത്. ആ രീതിയിലുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിയായിരുന്നു മിസ്റ്റർ ബാറ്റിസ്റ്റ. ആ ബാറ്റിസ്റ്റ സർക്കാരിന് കീഴിൽ ക്യൂബൻ ജനത അങ്ങേയറ്റം മർദ്ദിക്കപ്പെട്ടു, എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു, അപമാനകരമായ ജീവിതാവസ്ഥയിലേക്ക് എത്തി. കരീബിയൻ മേഖലയിലെ എല്ലാ വിഭവങ്ങളും സമ്പത്തും കാലാകാലങ്ങളായി അമേരിക്ക കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ്. ജനങ്ങൾ വലിയ ദാരിദ്ര്യത്തിലും വലിയ രീതിയിലുള്ള ദുരിതങ്ങളിലുമാണ് കഴിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ അവിടെ ഈ ബാറ്റിസ്റ്റ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമോചന നീക്കങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ പത്രസ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത ആ രാജ്യത്ത് കാസ്ട്രോവിന് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെയുള്ള വളരെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടക്കാനാണ് കാസ്ട്രോ അന്ന് തന്നെ വിദേശ പത്രപ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ച് അവരുമായിട്ട് ദീർഘമായ അഭിമുഖങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ക്യൂബയെ സംബന്ധിച്ച്, ക്യൂബയിൽ നടക്കുന്ന ബാറ്റിസ്റ്റ വിരുദ്ധ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊക്കെ വലിയ വാർത്തകൾ, വലിയ റിപ്പോർട്ടുകൾ വരുത്തിയത്. അത് വലിയ ചലനം അവിടെ ഉണ്ടാക്കി. ബാറ്റിസ്റ്റ ഭരണകൂടം അതിനെ ഭീകരമായി അടിച്ചമർത്തി. ബാറ്റിസ്റ്റ ഭരണകൂടത്തിന് പിറകിലുള്ളത് വൻകിട കരിമ്പിൻ തോട്ടമുടമകളും ഖനിയുടമകളുമൊക്കെയായ മുതലാളിമാരാണ്. എന്ന് മാത്രമല്ല, ഈ മേഖല ചരിത്രപരമായി തന്നെ എന്താണ്, ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ ഒരു മേഖല, ഇത്തരം മയക്കുമരുന്ന് ബിസിനസ്സുകാർ, വലിയ ട്രാഫിക്കിംഗ് ഏജൻസികൾ, ഇവരൊക്കെയാണ് ബാറ്റിസ്റ്റ ഭരണകൂടത്തിന് പിറകിലുണ്ടായിരുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ക്യൂബയുടെയും മൊത്തം കരീബിയൻ രാജ്യങ്ങളുടെയും വിമോചന അഭിലാഷങ്ങളെ ഉയർത്തിക്കൊണ്ടാണ് കാസ്ട്രോവിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ഭീകരമായ അടിച്ചമർത്തലിൻ്റെ കാസ്ട്രോവിന് അവിടെ വിട്ടുപോകേണ്ടി വന്നു. വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് ക്യൂബയെ മോചിപ്പിക്കാനുള്ള പ്രസ്ഥാനം ഉണ്ടാക്കേണ്ടി വന്നു. ആ ഒരു ചരിത്രസന്ധിയിലാണ് ചെയുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നത്. കാസ്ട്രോവും റൗൾ കാസ്ട്രോവും അതേപോലെ തന്നെ ചെയും ഒക്കെ ചേർന്നുകൊണ്ടാണ്
ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻമ എന്ന പടക്കപ്പലിൽ ബാറ്റിസ്റ്റ ഭരണത്തിൽ നിന്ന് ക്യൂബയെ മോചിപ്പിക്കാനുള്ള വിമോചന യുദ്ധം ആരംഭിക്കുന്നു. അധികാരം പിടിച്ചെടുത്തു. 1959 ക്യൂബ മോചിപ്പിക്കപ്പെടുന്നത്. ക്യൂബ മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം അമേരിക്ക ഭീകരമായി അതിനെ അടിച്ചമർത്താൻ നോക്കി. ഇപ്പോഴത്തെ എല്ലാ സംഭവഗതികളും ആ ചരിത്ര കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ എന്താണ് അമേരിക്ക ലോകത്തോട് പറയുന്നത്? റാൾ കാസ്ട്രോ എന്ത് ചെയ്തു? 1996 എന്ന് പറഞ്ഞാൽ 30 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഒരു വിമാനം വെടിവെച്ചിട്ടു. അപ്പോൾ കേൾക്കുമ്പോൾ അതെന്താണ്? വലിയൊരു ഭീകരപ്രവർത്തനമാണ് റാൾ കാസ്ട്രോ ചെയ്തത്. അമേരിക്കയുടെ ഏത് വിമാനമാണ് അദ്ദേഹം വെടിവെച്ചിട്ടത്? ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂ എന്ന് പേരിട്ടിരിക്കുന്ന സഹോദര വിമോചന സംഘടന എന്നൊക്കെ പറയാവുന്ന, വിമോചനത്തിനായുള്ള സഹോദര സംഘടന എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാവുന്ന ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂ എന്ന് പറയുന്ന സംഘടനയുടെ വിമാനമാണത്. ആ വിമാനം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? അത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിമാനമാണത്. എന്തിനു വേണ്ടിയാണ് ആ വിമാനം ഉപയോഗിച്ചത്? ക്യൂബയിൽ അട്ടിമറിയുണ്ടാക്കാൻ, ക്യൂബൻ ജനതയെ ക്യൂബയിലെ ഭരണകൂടത്തിനായി തിരിച്ചുവിടാൻ ആഹ്വാനം ചെയ്യുന്ന നോട്ടീസുകളും ലഘുലേഖങ്ങളും എന്താണ്? ക്യൂബയുടെ വ്യോമാതിർത്തി ലംഘിച്ച് ക്യൂബയുടെ കടൽത്തീരത്ത്, കരീബിയൻ കടൽത്തീരത്തൂടെ താഴ്ന്നു പറന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വെടിവെച്ചിട്ടത്. ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ച് ഇന്ത്യക്കെതിരായിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖ വിതരണവുമായി ബന്ധപ്പെട്ടൊരു ഒരു വിമാനം വന്നാൽ ഇന്ത്യ നോക്കി നിൽക്കുമോ? ഇന്ത്യൻ സൈന്യം നോക്കി നിൽക്കുമോ? ഇന്ത്യ ആ വിമാനം വെടിവെച്ചിടാൻ ഉത്തരവിടില്ല. ഇത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. ഈ ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂ എന്ന് പറയുന്ന സംഘടന 1960 രൂപം കൊണ്ടതാണ്. ആ സംഘടനക്ക് രൂപം കൊടുത്ത ജോസ് ബസാൾട്ടോ ആണ് ഈ ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ എന്ന് പറയുന്ന സംഘടനക്ക് രൂപം കൊടുത്തത്. അദ്ദേഹം ഒരു CIA ഏജൻ്റാണ്. എന്താണ് അദ്ദേഹത്തെ ചെയ്തത്? CIA സാന്റിയാഗോ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തെ ഫിസിക്സ് ബിരുദമെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. എന്തിനു വേണ്ടി? ഈ സാന്റിയാഗോ സർവകലാശാല വഴി ക്യൂബയിലേക്ക് കടന്നുകൂടി ക്യൂബയിലെ വിമോചന സർക്കാരിന്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ട് ഉള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് ക്യൂബക്കെതിരായിട്ടുള്ള ഒരു അട്ടിമറി സംഘടിപ്പിക്കാനുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും CIAയുടെയും ഒരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബസാൾട്ടോ സാന്റിയാഗോ യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നത്. അവിടുന്ന് അദ്ദേഹത്തെ വിമതരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. 1950 അവസാനം അങ്ങനെയാണ് ബേ ടു പിക്സ് എന്ന് പറയുന്ന അട്ടിമറി നടക്കുന്നത്. 1961 ക്യൂബയിൽ ഒരു അട്ടിമറി സംഘടിപ്പിച്ച് CIAയും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ വിപ്ലവ ഗവൺമെൻറ്റിനെ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റൊക്കെ ആ ഘട്ടമാകുമ്പോഴത്തേക്ക് കാസ്ട്രോ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു, ആ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയത്. പക്ഷെ ആ നീക്കത്തെ കാസ്ട്രോ ഭരണകൂടം ധീരോദാത്തമായ രീതിയിൽ പ്രതിരോധിച്ചു. 3 ദിവസം ഈ ബേ ഓഫ് പിക്സിനെതിരായിട്ട് കാസ്ട്രോവിൻ്റെ ക്യൂബൻ സേന യുദ്ധം ചെയ്തു. അന്ന് കാസ്ട്രോവിന് ഒരു കൊച്ചു രാജ്യമാണല്ലോ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ വലിപ്പം മാത്രമുള്ള രാജ്യമാണ് ഈ കരീബിയൻ തീരത്ത് ഒരു ദ്വീപ് രാഷ്ട്രമാണ് ക്യൂബ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന് അന്ന് അമേരിക്കയുടെ ഈ അട്ടിമറി സൈനിക നീക്കങ്ങളെ മറികടക്കാൻ കഴിഞ്ഞത്, അതിജീവിക്കാൻ കഴിഞ്ഞത് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ ഉണ്ട് എന്ന് മാത്രമല്ല, കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളുടെ വലിയ പിന്തുണ കാസ്ട്രോവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1961 ആ അട്ടിമറിയെ അതിജീവിക്കാൻ കഴിഞ്ഞു. അന്ന് ഐസനോവറാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. ഐസനോവർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻകൈയിൽ CIAയുടെ ഒരു ഓപ്പറേഷൻ പദ്ധതി അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ബേ ഓഫ് പിക്സ് സംഘടിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ജോസ് ബസാൾട്ടോ എന്ന് പറയുന്ന CIA ഏജന്റ് രൂപം കൊടുത്ത സംഘടനയാണ് ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ. ആ സംഘടന 1996 എന്തിനാണ് ക്യൂബയുടെ കടലോരത്തേക്ക് വ്യോമാതിർത്തി ലംഘിച്ച് പറന്നു വന്നത്? എന്തിനാണ് താഴ്ന്ന് പറന്ന് ലഘുലേഖ വിതരണം ചെയ്തത്? മനുഷ്യരെല്ലാം സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന സുവിശേഷം പ്രചരിപ്പിച്ചത് അല്ലല്ലോ. ക്യൂബൻ ഭരണകൂടത്തെ അട്ടിമറിക്കണം, ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം
എന്ന് ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖയായിരുന്നു. അതിനുവേണ്ടി ക്യൂബയിലെ ജനങ്ങൾ അണിനിരത്തനാണ്. ആരാണ് ഈ ജോസ് ബസോൾട്ടോവിൻ്റെ ഈ ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ പോലുള്ള സംഘടനകൾക്ക് പിറകിൽ? അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അമേരിക്കൻ CIA-യുമാണ്. പക്ഷേ ഇതിന് മുഴുവൻ പിന്തുണയും പണമൊക്കെ കൊടുക്കുന്ന ആരാണ്? ബാറ്റിസ്റ്റ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ക്യൂബയിൽ കാസ്ട്രോവിൻ്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം രൂപം കൊണ്ടപ്പോൾ ആ സോഷ്യലിസ്റ്റ് ക്യൂബയിൽ നിൽക്കാനാവാതെ അവിടം വിട്ടോടിപ്പോന്ന പഴയ ക്യൂബൻ സമ്പന്നരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഖനി മുതലാളിമാർ, തോട്ടമുടമകൾ, കരിമ്പിൻ തോട്ടം, അവിടുത്തെ പഞ്ചസാര മില്ലുകളുടെ ഉടമകൾ, ഇവരെല്ലാമാണ്. ഇവരെന്താണ് ക്യൂബയിലെ ദേശാൽക്കരണ നടപടി, ഈ വൻകിട രീതിയിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള നിയന്ത്രണം, അതിനൊക്കെയുള്ള നിയന്ത്രണം, ഇതൊക്കെ ഭയന്ന് അവിടെ വിട്ടുപോകുന്ന ആൾക്കാരാണ്. ഇവരെന്താ ആഗ്രഹിച്ചത്? ബാറ്റിസ്റ്റ സർക്കാരിനെ പുനഃസ്ഥാപിക്കണമെന്നാണ്. ക്യൂബയിലെ കാസ്ട്രോവിൻ്റെ ഗവൺമെൻറ് അട്ടിമറിക്കണമെന്നാണ്. കഴിഞ്ഞ 1959 ശേഷം 70 വർഷത്തിലേറെക്കാലമായി ക്യൂബൻ ഭരണകൂടം, അത് ജന്മം കൊണ്ട മുതൽ കാസ്ട്രോവിൻ്റെ ഭരണകൂടം, സോഷ്യലിസ്റ്റ് ഭരണകൂടം ജന്മം കൊണ്ട മുതൽ അമേരിക്ക CIA-യും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇതുപോലുള്ള ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂ പോലുള്ള നിരവധി ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ ഗവൺമെൻറ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യൂബയുടെ ഒരു 70 വർഷത്തിലേറെക്കാലം നീണ്ടു നിൽക്കുന്ന സ്വതന്ത്ര ക്യൂബയുടെ, സോഷ്യലിസ്റ്റ് ക്യൂബയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാനാവിധമായ അട്ടിമറികളെ അതിജീവിച്ചതിൻ്റെ ചരിത്രം കൂടിയാണ്. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്യൂബക്കെതിരായിട്ട് ആ ക്യൂബ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ഭരണകൂടം ഉണ്ടായത് മുതൽ എന്താണ്? കടുത്ത ഉപരോധമാണ്. അവർക്കാവശ്യമായ ഭക്ഷണം, അവർക്കാവശ്യമായ ഇന്ധനം, അവർക്കാവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഇതെല്ലാം നിഷേധിക്കുകയാണ്. പക്ഷെ ലോകം, സോഷ്യലിസ്റ്റ് ബ്ലോക്ക് നിലനിന്നിരുന്ന കാലത്ത് സോഷ്യലിസ്റ്റ് ബ്ലോക്കും ക്യൂബയുടെ കൂടെ നിന്നു. ഈ കേരളത്തിൽ പോലും നമ്മൾ ക്യൂബയ്ക്ക് വേണ്ടി കൊച്ചു കുട്ടികൾക്കുള്ള പെൻസിലും സ്ലൈറ്റും പിരിച്ചിട്ടുണ്ട്, പണം പിരിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങൾ പിരിച്ചിട്ടുണ്ട്, മരുന്ന് പിരിച്ചിട്ടുണ്ട്, സമാഹരിച്ചിട്ടുണ്ട്. അതൊക്കെ ശേഖരിച്ച് നമ്മൾ ക്യൂബയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സാർവദേശീയ ഐക്യദാർഢ്യമാണ്, സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഈ സാർവദേശീയ ഐക്യദാർഢ്യമാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കടുത്ത ഉപരോധങ്ങളെയും ഇതുപോലുള്ള CIA-യുടെ അട്ടിമറി ശ്രമങ്ങളെയും അതിജീവിച്ച് ഈ കരീബിയൻ തീരം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള, അമേരിക്കയുടെ മൂക്കിന് കീഴിലുള്ള ഒരു രാജ്യമാണ്. അമേരിക്കയുടെ സർവ്വവിധ ഗൂഢാലോചനകളെയും കുത്തിത്തിരിപ്പുകളെയും അതിജീവിച്ച് ക്യൂബ നിലനിൽക്കുന്നത് ലോക ജനതയുടെ, ലോക സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയും ഐക്യദാർഢ്യവും കൊണ്ടാണ്. എന്തിനാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത്? ഉപരോധം മൂലം അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ വരുമ്പം ജനങ്ങൾ എന്താണ്, ഇത് അമേരിക്കയാണ് നടത്തുന്നതെന്ന് ചിന്തിക്കുകയില്ല. പഞ്ചസാര ഇല്ലാതാവുമ്പോൾ, മരുന്നില്ലാതാവുമ്പോൾ, ധാന്യങ്ങളില്ലാതാവുമ്പോൾ, പഴങ്ങൾ ലഭിക്കാതാവുമ്പോൾ, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതാവുമ്പോൾ, അതിൻ്റെ ലോക മാർക്കറ്റ് തടയപ്പെടുമ്പോൾ ക്യൂബയിലെ കൃഷിക്കാരും സാധാരണക്കാരും എന്ന് ചിന്തിക്കും, ഇത് കാസ്ട്രോ ഭരിക്കുന്നതുകൊണ്ടാണ്, ഇത് സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്താണ്, ക്യൂബൻ ഭരണകൂടത്തിനെതിരാവും, വിമതരാവും. അങ്ങനെ ഉപരോധം മൂലം വലിയ ദുർഭിക്ഷത, ദാരിദ്ര്യമുണ്ടാക്കി, ദുരിതങ്ങളുണ്ടാക്കി ആ ക്യൂബൻ ഭരണകൂടത്തെ എതിർക്കുന്നവരാക്കി ജനങ്ങളെ മാറ്റുക. ക്യൂബൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമതന്മാരെ സൃഷ്ടിക്കാനുള്ള ഒരു സാമ്രാജ്യത്വ തന്ത്രമാണ് അമേരിക്കയുടെ ഉപരോധം എന്ന് പറയുന്നത്. ഇതുവരെ എല്ലായിടത്തും പരീക്ഷിക്കുന്നതാണ്. ഇത് ഗാട്ടിമരയിലും മുഴുവൻ അമേരിക്കൻ രാജ്യങ്ങളും പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരായിട്ട് നിരന്തരമായി പരീക്ഷിച്ചിട്ടുള്ളതാണ്. ക്യൂബക്കെതിരായിട്ട് അത് കടുത്ത രീതിയിൽ ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെയെല്ലാം ക്യൂബ അതിജീവിക്കുകയാണ്. ലോകത്തിൻ്റെ വലിയ പിന്തുണ ക്യൂബക്കുണ്ട്. അതിനേക്കാളേറെ എന്താണ്, ക്യൂബയുടെ സ്ഥാപകനായ, സോഷ്യലിസ്റ്റ് ക്യൂബയുടെ സ്ഥാപകനായ കാസ്ട്രോവിൻ്റെ ആശയങ്ങൾ, മാർക്സിസം നൽകിയ ഉൾക്കാഴ്ച, ഭാവിയെ സംബന്ധിച്ച പ്രത്യാശ, ചരിത്രത്തെ സംബന്ധിച്ച അറിവുകൾ, ഇതെല്ലാം ഉള്ളൊരു ജനതയായതുകൊണ്ട് എന്താണ്, ഇതിനെയെല്ലാം അതിജീവിക്കാൻ അവർക്ക് പ്രത്യയശാസ്ത്രപരമായി തന്നെ ഒരു കരുത്ത് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ക്യൂബയെ എല്ലാ അർത്ഥത്തിലും നിരായുധീകരിക്കാനും ക്യൂബയെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്താനുമുള്ള നീക്കമാണ്. മിസ്റ്റർ ബുഷിൻ്റെ കാലത്ത് ക്യൂബ എന്താണ്, ചെകുത്താൻ രാഷ്ട്രമായിരുന്നു. ചെകുത്താൻ അച്ചുതണ്ടിലായിരുന്നു. ക്യൂബ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള, സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള
ചെകുത്താന്മാരുടെ കൂട്ടുകെട്ടായിട്ടാണ് ക്യൂബയെ, അതേപോലെ തന്നെ ഇറാനെ, ഇറാഖിനെ ഒക്കെ എന്താണ് ഗസയെ എല്ലാം തന്നെ എന്താണ് ചെകുത്താൻ രാഷ്ട്രങ്ങളുടെ അച്ചുതണ്ടായിട്ടാണ് അമേരിക്ക, പെൻറ്റഗൺ വിശേഷിപ്പിച്ചത്. അപ്പം ക്യൂബയെ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്തുക, ക്യൂബയെ ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ രീതിയിലും വ്യാപാര ഉപരോധത്തിലൂടെ തകർക്കുക, ഇതായിരുന്നു അമേരിക്കയുടെ അജണ്ട. അതിനെ അതിജീവിച്ചുകൊണ്ട് ക്യൂബ വലിയ ദുരിതങ്ങൾക്കിടയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്യൂബയ്ക്ക് എണ്ണ കൊടുക്കുന്നില്ല, ക്യൂബക്ക് വൈദ്യുതിയില്ല, വലിയ രീതിയിലുള്ള ബ്ലാക്ക് ഔട്ടുകളാണ്, വലിയ രീതിയിലുള്ള എന്താണ് ഇലക്ട്രിസിറ്റി സമ്പൂർണ്ണമായി നിന്നു പോവുകയാണ്. അപ്പോൾ ഒരു ജനതയോട് തങ്ങൾക്കുള്ള ലോകാധികാരത്തിൻ്റെ വഴികളെ, സ്ഥാപനപരമായ അധീശത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഒരു ജനതയോട് നമ്മുടെ കാലത്ത് കാണിക്കുന്ന ഒരു മഹാപാതകമാണ് ക്യൂബൻ ജനത ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് 30 വർഷക്കാലം മുമ്പ് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങളുടെ വിമാനം വെടിവെച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പ് കുറ്റപത്രമുണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കണം, മിസ്റ്റർ നെതന്യാഹുവിനെ ഹെഗിലെ ഇന്റർനാഷണൽ കോടതി വംശഹത്യക്ക് ഉത്തരവാദിയാണ് എന്ന് ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ച് ഇദ്ദേഹത്തെ വംശഹത്യക്ക് വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. ആ നെതന്യാഹുവിനെ കൂട്ടുപിടിച്ച് ആ നെതന്യാഹുവിനെ എല്ലാ പിന്തുണയും കൊടുക്കുന്ന ആളുകളാണ് അന്താരാഷ്ട്ര കോടതിക്ക് മുമ്പിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഈ റൗൾ കാസ്ട്രോ എന്ന് പറയുന്ന ക്യൂബയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 90 വയസ്സുള്ള ക്യൂബൻ നേതാവാണ് അദ്ദേഹം. കാസ്ട്രോവിനോടൊപ്പം തൻ്റെ യൗവനകാലത്ത് ബാസ്റ്റിസ്റ്റ സ്വേച്ഛാധിപത്യത്തോട് പൊരുതി ക്യൂബൻ ജനതയെ മോചിപ്പിച്ച വിപ്ലവകാരിയാണ് സഖാവ് റൗൾ. ആ റൗള് ഈ 90-ാം വയസ്സിൽ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. അയാൾ അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ട ആളാണ്. അതുകൊണ്ട് സാർവദേശീയ ഭീകര പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണം, ഇതാ കുറ്റപത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഇത്തരത്തിലൊരു തന്ത്രം എല്ലാ ആളുകളും മറന്നുപോകുന്ന ഒരു കാലമാണ്. ഇപ്പോൾ റൗൾ കാസ്ട്രോ എന്നുള്ളൊരു വ്യക്തിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് മാത്രമാണോ കാണാൻ പറ്റുക? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, ആ സോഷ്യലിസ്റ്റ് പാരമ്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു നിലപാടായിട്ട് കൂടെ നമുക്ക് ഈ ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഈ കുറ്റപത്ര സമർപ്പണത്തെ കാണാൻ സാധിക്കും? തീർച്ചയായിട്ടും റൗൾ കാസ്ട്രോ എന്ന വ്യക്തിയല്ല, റൗൾ കാസ്ട്രോ പ്രതിനിധാനം ചെയ്യുന്ന ഒരാശയമുണ്ട്. അതെന്താണ്? മുഴുവൻ ലാറ്റിൻ അമേരിക്കയുടെയും വിമോചനമാണ്. ഇപ്പോൾ 90കളിൽ ഇനി എന്താണ്, തങ്ങൾക്കെതിരാളികളില്ല, ലോകം ഒന്നായി കഴിഞ്ഞു, സോഷ്യലിസ്റ്റ് ബ്ലോക്ക് തകർന്നു, ഇനി എന്താണ്, ഏകധ്രുവ ലോകക്രമമാണ്. ആ ഏകധ്രുവ ലോകക്രമത്തിന് വേണ്ടിയുള്ള, എതിരാളികളില്ലാത്ത ഒരു ലോകക്രമത്തിന് വേണ്ടി, ഒരു ന്യൂ വേൾഡ് ഓർഡറിന് വേണ്ടി അമേരിക്ക വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 90കളുടെ പകുതിയോടുകൂടി കാസ്ട്രോ എന്ത് പ്രഖ്യാപിക്കുന്നത്? സാമ്രാജ്യത്വത്തിന് ബദലുണ്ട്, അത് സോഷ്യലിസമാണ്, സോഷ്യലിസം ഈസ് ദ ഓൺലി ആൾട്ടർനേറ്റീവ് എന്ന വാദം ഉയർത്തുന്നത്. ആ വാദത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള തൊഴിലാളി സംഘടനകളെ, ട്രേഡ് യൂണിയനുകളെ 1995 ഹവാനയിൽ വിളിച്ചു ചേർക്കുന്നത്. 89 സോവിയറ്റ് യൂണിയൻ്റെ തിരോധാനത്തോടുകൂടി എന്ത് സംഭവിച്ചു? വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് പിരിച്ചുവിടപ്പെട്ടു. അങ്ങനെ പിരിച്ചുവിടപ്പെട്ട വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസിലെ എല്ലാ തൊഴിലാളി യൂണിയനുകളെയും, ഇന്ത്യയിൽ നിന്ന് CITU, AITC തുടങ്ങിയ നിരവധി ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള ആയിരക്കണക്കിന് ട്രേഡ് യൂണിയൻ നേതാക്കളെ ഹവാനയിലേക്ക് വിളിച്ചു സഖാവ് കാസ്ട്രോ. ആ ഹവാന ട്രേഡ് യൂണിയൻ സമ്മേളനത്തിലാണ്, WFTUവിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി സംഘടിപ്പിച്ച ആ സമ്മേളനത്തിലാണ് കാസ്ട്രോ ലോകത്തോട് പറയുന്നത്, ലോകം വലത്തോട്ടല്ല ഇടത്തോട്ടാണ് സഞ്ചരിക്കുക, ലോകം ഇനി വലത്തോട്ടാണ് പോകുന്നെങ്കിലും ഞങ്ങൾ ഇടത്തോട്ടേക്ക് സഞ്ചരിക്കും എന്ന് ധീരമായി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ പഴയ വിപ്ലവകാരികളായ ബുദ്ധിജീവികളൊക്കെ തന്നെ എന്താണ്, വലതുപക്ഷമാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന നറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ CPM ഉൾപ്പെടെയുള്ള ഈ സാർവദേശീയ തലത്തിൽ ഈ സാമ്രാജ്യത്വത്തിനും അധിനിവേശ പദ്ധതികൾക്കൊക്കെ എതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ നവ സ്റ്റാലിനിസ്റ്റുകളാണ്, നിയോ സ്റ്റാലിനിസം. CPMൻ്റെ പ്രത്യയശാസ്ത്രം അതാണ്. ഇപ്പം സ്റ്റാലിൻ്റെ കുറ്റങ്ങളും കുറവുകളും സ്റ്റാലിൻ്റെ കാലത്തുണ്ടായ തെറ്റുകളും ഒന്നും നമ്മളാരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ സ്റ്റാലിൻ്റെ ശരികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല.
ഫാസത്തിൻ്റെ ഒരു കിരാത നീതിയിലേക്ക്, ലോകനാഗരികതയുടെ അന്ത്യത്തിലേക്ക് ലോകത്തെ നയിക്കാനാണ് ഹിറ്റ്ലറും മുസോളിനിയൊക്കെ ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. അത് ലോകനാഗരികതയെ അവസാനിപ്പിക്കാനായിരുന്നു. ഫാസത്തിൻ്റെ പിടിയിൽ നിന്ന് ഈ ലോകത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി 2,70,00,000 സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ബലി നൽകിയിട്ടുള്ള രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫ്രാങ്കോവിൻ്റെയും ഫാസത്തെ ഈ ഭൂമുഖത്ത് അവസാനിപ്പിച്ചത് സോവിയറ്റ് ചെമ്പടയുടെ ഇടപെടലാണ്. അതിന് നേതൃത്വം കൊടുത്ത മഹാനായ നേതാവാണ് ആര്? സഖാവ് സ്റ്റാലിൻ. അതുകൊണ്ട് സ്റ്റാലിൻ്റെ തെറ്റുകളെ നമ്മളാരും കുറച്ച് കാണേണ്ടതില്ല, അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ ഈ സ്റ്റാലിൻ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെല്ലാം എന്താണ്, ആരെയാണ് ന്യായീകരിക്കുന്നത്? ഹിറ്റ്ലറേയും മുസോളിനിയാണ്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അന്ത്യത്തിന് ശേഷം ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ പറഞ്ഞിരുന്ന ഒരു പുതിയ ലോകക്രമം, ആ ലോകക്രമത്തിന് വേണ്ടി ആംഗ്ലോ സാക്സൺ വംശീയതയെ ഹിറ്റ്ലർ നാസിയെ ഉപയോഗിച്ചതുപോലെ തന്നെ ആര്യശ്രേഷ്ഠതയെ ഉപയോഗിച്ച് ആംഗ്ലോ സാക്സൺ വംശീയതയെ അടിസ്ഥാനമാക്കി വളർന്നു വന്ന സാമ്രാജ്യത്വമാണ് അമേരിക്ക. അമേരിക്കനിസമാണ്. ആ അമേരിക്കനിസത്തിൻ്റെ ഇന്നത്തെ വളരെ ഹിംസാത്മകമായ ഒരു രൂപമാണ് ട്രംപിസം. ആ ട്രംപിസത്തിൻ്റെ കാലത്താണ് ഫാസത്തെ തോൽപ്പിച്ച സ്റ്റാലിൻ വലിയ അപകടകാരിയായിരുന്നു. ഈ സ്റ്റാലിൻ്റെ ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരൊക്കെ എന്നൊക്കെയുള്ള നെറേഷനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്. റൗൾ കാസ്ട്രോവിൻ്റെ വ്യക്തിപരമായൊരു പ്രശ്നം അല്ല ഇത്. കാസ്ട്രോവിനെ അങ്ങനെ വ്യക്തിപരമായി ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല, 95 ഫിഡൽ കാസ്ട്രോ മുൻകൈ എടുത്തുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ചു, സാമ്രാജ്യത്വത്തിന് ബദലുകളുണ്ടെന്ന് ലോകത്തോട് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു പ്രചോദനത്തിലാണ്, അതിൻ്റെയൊക്കെ തന്നെ ഒരു ആവേശകരമായ അനുഭവത്തിൽ നിന്നാണ് വെനിസ്വല ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഹൂഗോ ഷാവസിനെ പോലുള്ള നേതാക്കൾ ഉയർന്നു വരുന്നത്. അവർ നിയോ ലിബറൽ നയങ്ങൾക്ക് ബദലുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനിസ്വല. ആ വെനിസ്വല, ഇറാൻ ഉൾപ്പെടെയുള്ള എണ്ണ കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങളെ ചേർത്ത് പെട്രോ കരീബിയ ഉണ്ടാക്കി. എന്നിട്ടെന്താണ്, അമേരിക്കൻ എണ്ണ കമ്പനികളെ വെല്ലുവിളിച്ചുകൊണ്ട് കുറഞ്ഞ വിലക്ക് ക്യൂബയുൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കയിലെ നിരവധി രാജ്യങ്ങൾക്ക് എന്താണ് വെനിസ്വല എണ്ണ വിതരണം ചെയ്തു. അപ്പോൾ സാമ്രാജ്യത്തിന് ബദലായിട്ട് ഈ ലാറ്റിൻ അമേരിക്കൻ നാടുകളിലെല്ലാം തന്നെ ഒരു പുതിയ ഇടതുപക്ഷം, ചുവന്ന രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഇടതുപക്ഷം, ആ ഇടതുപക്ഷം ഉയർന്നു വരുന്നതിന് പ്രചോദനമായത്, അതിന് രാഷ്ട്രീയവും ആശയപരവുമായിട്ടുള്ള ബലം നൽകിയത് കാസ്ട്രോ ആണ്. കാസ്ട്രോവിൻ്റെ മരണത്തിന് ശേഷം സഖാവ് റൗളാണ്. അപ്പോൾ റൗളിനെയും കാസ്ട്രോവിനെയും ക്യൂബയും ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളുടെ ഒരു ദിശാബോധമായി വർത്തിക്കുന്ന, ഒരു മാർഗദർശനമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുവഴി സാമ്രാജ്യത്തിന് ഈ മേഖലയിലേക്ക് എളുപ്പം കടന്നു കയറാൻ ലാറ്റിൻ അമേരിക്കയെ തങ്ങളുടെ മൺറോ ഒക്കെ ആഗ്രഹിച്ചതുപോലെ ലാറ്റിൻ അമേരിക്കയെ തങ്ങളുടെ സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് കോളനിയാക്കി വെക്കാമെന്നാണോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് റൗൾ കാസ്ട്രോവിനെതിരായിട്ടുള്ള ഈ ആക്രമണങ്ങൾ ലാറ്റിൻ അമേരിക്കയെ മുഴുവൻ തന്നെ തങ്ങളുടെ അധിനിവേശ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു സാമ്പത്തിക, രാഷ്ട്രീയ, സൈനിക പദ്ധതിയുടെ, ഒരു സൈനിക സ്ട്രാറ്റജിയുടെയും കൂടി ഭാഗമായിട്ടുള്ളതാണ്. ഒരർത്ഥത്തിൽ ട്രംപിൻ്റെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടെ തന്നെയല്ല ഇതിന് പിന്നിൽ പറയുന്നത്. നമുക്കൊരു ക്യൂബ, ഫ്ലോറിഡ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കൂടെ മുൻനിർത്തിയായിരിക്കില്ലേ ട്രംപ് ഇത്തരമൊരു നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? അല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്യൂബൻ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കും. ചിലപ്പോൾ ക്യൂബൻ വോട്ടർമാരുള്ള മിയാമിയിലോ ഫ്ലോറിഡയിലോ പോയാൽ അദ്ദേഹം എന്താണ് ക്യൂബൻ പൗരന്മാരെ വോട്ട് നേടാൻ വേണ്ടി സംസാരിക്കും. അത് ലോകത്തിലെ എല്ലാ ഭൂഷ രാഷ്ട്രീയക്കാരും എന്താണ്, അവർക്ക് പ്രയോജനകരമായ ഈ പ്രാഗ്മാറ്റിക്സ് ആണ് അവരെ നയിക്കുന്നത്. മറ്റ് ആദർശങ്ങളൊന്നും അവർക്കില്ല. സ്വാതന്ത്ര്യവും സമാധാനവും സമത്വവും രാഷ്ട്രം തമ്മിലുള്ള ബന്ധത്തിലെ നീതിയും ജനങ്ങളുടെ സ്വയംനിർണ്ണയവും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവരെ ഒരു കാരണവശാലും അവരെ സ്വാധീനിക്കാത്ത ആശയങ്ങളാണ് അത്. അവരുടെ ആധിപത്യം ലോകത്ത് നിലനിർത്തുക എന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്ക കടുത്ത പ്രതിസന്ധിയിലാണ്. 2008 ആരംഭിച്ച മുതലാളിത്ത പ്രതിസന്ധി, അതുണ്ടാക്കിയ അമാന്ദ്യം, വളർച്ചാ നിരക്കിലെ വലിയ കുറവ്, അത് സമ്പദ്ഘടനയിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ആഘാതങ്ങൾ, ഇതിനെ അതിജീവിക്കാൻ അമേരിക്കക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അമേരിക്കയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള രാജ്യമായിട്ട് അമേരിക്ക മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമേരിക്കയിലെ വെള്ളക്കാരായ യുവതി യുവാക്കളോട് ട്രംപ് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് പണി കിട്ടാത്തത് മെക്സിക്കോയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ തൊഴിലിന് വരുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് പണി കിട്ടാത്തത് ഈ മൈഗ്രൻസ്, കുടിയേറ്റക്കാരെ കൊണ്ടാണ്.
അപ്പോൾ ഏതാണ് കടുത്ത കുടിയേറ്റ വിരുദ്ധത. അപ്പോൾ റിയലായ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന ട്രംപ് പ്രതിദാനം ചെയ്യുന്ന ഈ നിയോ ലിബറൽ മുതലാളിത്ത പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം എന്താണ് വംശീയത പടർത്തി മറച്ചു വെക്കുക, അതിനെക്കുറിച്ച് അജ്ഞത സൃഷ്ടിക്കുകയാണ്. അമേരിക്കക്ക് എന്താണ് 2008 ശേഷം അത് നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് അതിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റിഗ്ലിറ്റ്സ് ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അതെന്താണ്, അത് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എത്തപ്പെട്ട പതനഗതി എന്താണ്, കൂടുതൽ അഗാധമായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ആഴത്തിലേക്ക് പോവുകയാണ്. അത് മുതലാളിത്തത്തിൻ്റെ ജന്മസിദ്ധമായ ഒരു പ്രതിസന്ധിയാണ്. അതിനെ എളുപ്പം പരിഹരിക്കാൻ അമേരിക്ക കഴിയില്ല. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്, അത് മറികടക്കാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടുള്ള സമ്പത്ത് വിഭവങ്ങളൊക്കെ അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള സൈനിക തന്ത്രമാണ്. അതിൻ്റെ പ്രതിസന്ധി, സാമ്രാജ്യത്വം അതിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ, വിഭവങ്ങൾ കൈയടക്കാൻ, ഭൂപരമായി തന്നെ ലോകത്തെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള യുദ്ധങ്ങളാണ്. അതാണ് പലസ്തീനിലും ഇറാനിലും ലെബനനിലും പശ്ചിമേഷ്യയുടെ അതിർത്തികൾ തന്നെ ഭൂപരമായ തന്നെ അതിനെ മാറ്റി വരയ്ക്കാനുള്ള യുദ്ധമാണ് നടക്കുന്നത്. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് നേരിടുന്ന പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ എണ്ണ വേണം, വെനിസുലയിൽ എണ്ണ വേണം, ബൊളീവിയയിലെ ലിഥിയം വേണം. ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് ലോകം മാറുമ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജിയുടെ ഈ ബാറ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിനറൽസ് പദാർത്ഥം എന്താണ്, ലിഥിയമാണ്. അപ്പം ലിഥിയം പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, ബൊളീവിയ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. അവിടെ ഇടതുപക്ഷം ഭരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ടാണ് ഇവാ മൊറൈസിന്റെ ഗവൺമെന്റ്, അദ്ദേഹം അവിടുത്തെ ഖനികൾ ദേശാൽക്കരിക്കാൻ ശ്രമം നടത്തിയ ആളാണ്, അദ്ദേഹത്തെ അട്ടിമറിച്ചത് അത് CIA ഇടപെടലാണ്. അപ്പോൾ അമേരിക്ക ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളായാലും അസ്ഥിരീകരണ പ്രവർത്തനമായാലും രാഷ്ട്രങ്ങളെ തന്നെ തകർക്കുന്ന ബാൾക്കനൈസേഷൻ പ്രവർത്തനങ്ങളായാലും ഇതെല്ലാം തന്നെ എന്താണ്, അതിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ സൈനിക തന്ത്രം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫിഡൽ കാസ്ട്രോവിൻ്റെ നേതൃത്വത്തിൽ ക്യൂബ ലാറ്റിൻ അമേരിക്കൻ മേഖലയിലാകെ ഉണ്ടാക്കിയ സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു ബോധമുണ്ട്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു പുതിയ ലെഫ്റ്റ് ഈ മേഖലകളിലൊക്കെ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷവും വളർന്നു വന്നിരിക്കുന്നത്. ആ ലെഫ്റ്റ് വലിയ ഭീഷണി അമേരിക്കക്ക് ഉയർത്തുന്നുണ്ട്. അവിടുത്തെ പ്രകൃതിവാതകം, അവിടുത്തെ എണ്ണ, അവിടുത്തെ മറ്റു വിഭവങ്ങൾ. ഇപ്പോൾ യുണൈറ്റഡ് ഫുഡ്സ് കമ്പനി പോലുള്ള വലിയ ബഹുരാഷ്ട്ര കുത്തകൾ, ഇപ്പോൾ ബൊളീവിയയുടെയും ഗാട്ടിമലയുടെയൊക്കെ ചെഗുവരയുടെ പോരാട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അവിടെ പോയ ഈ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി ആയിരിക്കുന്ന യുണൈറ്റഡ് ഫുഡ്സ് കമ്പനി ആ രാജ്യങ്ങളെ ബനാന റിപ്പബ്ലിക്കുകളാക്കുകയാണ്. അവരുടെ പരമ്പരാഗതവും തദ്ദേശീയ ജനതയുടെ ഉപജീവനമൊക്കെയായി ബന്ധപ്പെട്ട കൃഷി സമ്പ്രദായങ്ങളെ മുഴുവൻ തകർത്ത എന്താണ്, അമേരിക്ക അവരുടെ വാഴത്തോട്ടങ്ങളാക്കി, ബനാന തോട്ടങ്ങളാക്കി മാറ്റി, ആ രാജ്യത്തെ ബനാന റിപ്പബ്ലിക്കുകളാക്കി. കാരണം എന്താണ്, ജനാധിപത്യപരമായി ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതിന് പകരം ഈ യുണൈറ്റഡ് ഫുഡ്സ് കമ്പനിയുടെ കൂലിപ്പട്ടാളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചത്. അതിനെതിരായിട്ടാണ് സഖാവ് കാസ്ട്രോ ചെഗുവരയെ പോരാടിയത്. ബൊളീവിയയിലും അങ്ങനെ തന്നെ. അപ്പം അവിടുത്തെ തദ്ദേശീയ ഇൻഡിജിനസ് പീപ്പിളിൻ്റെ നിലനിൽപ്പിനെ തന്നെ, അവർക്ക് വിഭവങ്ങൾക്കും ഭൂമിക്കും മുകളിലുള്ള അവകാശത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇത് എൽ സാൽവഡോറിലായാലും മുഴുവൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതാണ് നമ്മൾ കണ്ടത്. ഇപ്പം നിക്കാരോഗ സാൻഡിനിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ വിമോചനം ഉണ്ടായ ഇടതുപക്ഷ പാർട്ടിയാണ്. ആ നിക്കാരോഗയിൽ എന്തെല്ലാം തരം അട്ടിമറികളാണ് അവർ സംഘടിപ്പിച്ചത്. 80, 90, ഈ 2000 എല്ലാം തന്നെ എന്താണ്, നിക്കാരോഗനിലെ സാൻഡിനിസ്റ്റ ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളാണ്. അതിനുവേണ്ടി അന്താരാഷ്ട്ര സമൂഹത്തിനോട് ഇപ്പോൾ റൗൾ കാസ്ട്രോയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം വിമാനം വെടിവെച്ചിട്ട ആളാണ്, സാർവദേശീയ കുറ്റം ചെയ്ത ആളാണ്, ഇന്റർനാഷണൽ ക്രൈമാണത്, അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കേസെടുത്ത് വിചാരണ ചെയ്യണം എന്നാണ് പറയുന്നത്. നിക്കാരോയിലെ ഭരണാധികാരികൾക്കെതിരായിട്ട് എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. എന്നിട്ട് അവിടെ എന്താണ്, നിക്കാരോവിൻ്റെ അതിർത്തി മേഖലയ എൽ സാൽവഡോറിൽ പ്രത്യേക സൈനിക താവളം ഉണ്ടാക്കി. അവിടെ കോൺട്രകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിവിപ്ലവ സേനയുണ്ടാക്കി. ആ പ്രതിവിപ്ലവ സേന കയറി നിക്കാരോഗയിൽ വലിയ ആക്രമണം നടത്തി. ആ ആക്രമണം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വലിയ എതിർപ്പിന് കാരണമായി. അങ്ങനെ വന്നപ്പോഴാണ് അമേരിക്കക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഔദ്യോഗികമായിട്ട് കോൺട്രാകൾക്ക് കൊടുക്കുന്ന പിന്തുണ പിൻവലിക്കേണ്ടി വന്നത്. അങ്ങനെ പിന്തുണ പിൻവലിക്കേണ്ടി വന്നപ്പോൾ ഈ കോൺട്രാകൾക്ക് പ്രവർത്തിക്കാനുള്ള പണമുണ്ടാക്കാനാണ് ലാറ്റിൻ അമേരിക്കയിൽ വലിയ ഡ്രഗ് ട്രാഫിക്കിങ്ങിനുള്ള, മയക്കുമരുന്ന് കടത്തിനുള്ള വലിയ ശൃംഖലകൾ അമേരിക്ക ഉണ്ടാക്കിയത്. അത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ
മയക്കുമരുന്നിൻ്റെ ഒരു പ്രത്യേകതരം ക്രാക്ക് ബിസ്ക്കറ്റ് വലിയ രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിനിടയാക്കി. അത് കുറ്റകൃത്യങ്ങളിലേക്ക് പോയി. ലാറ്റിൻ അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കൻ സമൂഹത്തെ കൂടി അതെന്ത് ചെയ്തു, വലിയ രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് തള്ളിവിട്ടു. ഇതെല്ലാം എന്താണ്, കഴിഞ്ഞ ഒരു 10-30 വർഷക്കാലത്തെ അമേരിക്കയുടെയും ലോകത്തിൻ്റെയും അനുഭവങ്ങളാണ്. അപ്പോൾ ഏറ്റവും നിരുത്തരവാദപരമായി തങ്ങളുടെ മൂലധന താല്പര്യങ്ങൾക്ക്, മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി ലോകത്തെ ആകെ കശക്കിയെറിയുന്ന എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും വ്യവസ്ഥകളും തത്വങ്ങളും രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളും ഐക്യരാഷ്ട്രസഭയുടെ അംഗീകൃതമായ എല്ലാ വ്യവസ്ഥകളും അട്ടിമറിക്കുകയാണ്, കാറ്റിൽ പറത്തുകയാണ് കാലാകാലമായി അമേരിക്ക ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് നമ്മളിപ്പോൾ ഇറാനിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വെനസ്വേലയുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി മഡൂറോയെ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ക്യൂബയ്ക്ക് മേലുള്ള ഉപരോധങ്ങളെയും റൗൾ കാസ്ട്രോക്കെതിരായ കുറ്റപത്രത്തെയും നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ അമേരിക്ക ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ വിശിഷ്യ ലാറ്റിൻ അമേരിക്കയിലുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇടത് രാജ്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? അല്ല, മഡൂറോയെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് കാരക്കസ് സിറ്റിയിലെ ഒരു മിലിറ്ററി ക്യാമ്പിനോട് ചേർന്നാണ് അവിടുത്തെ പ്രസിഡന്റിൻ്റെ ഹൗസ്. ആ ഹൗസിലേക്ക് കയറി ചെന്നാണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായ സിരിയ ഫ്ലോറൻസെയും പിടിച്ച് കയ്യും കാലും കെട്ടി വിമാനത്തിലിട്ട് കൊണ്ടുപോയത്. എങ്ങനെയാണിത് ലോകത്തിന് ന്യായീകരിക്കാൻ കഴിയുക? ഒരു പരമാധികാര രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയാണ്. അമേരിക്കൻ പെൻറ്റഗണിൻ്റെ ഡെൽറ്റ ഫോഴ്സ് വന്ന് പിടിച്ച് കെട്ടി വിമാനത്തിൽ കയറ്റി ആ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത്. കാരണം തങ്ങൾ ലോക പോലീസാണ്. ലോകത്തിൽ എവിടെയും കടന്നു കയറാനും നീതി നടപ്പാക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന അങ്ങേയറ്റം മര്യാദ കെട്ട ഒരു അതിനായക ബോധമാണ്. ചോംസ്കിയൊക്കെ പറയുന്നത് പോലെ ലോകത്തിൻ്റെ അതിനായകന്മാർ ഞങ്ങളാണ്. ഈ ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ പറയുന്ന ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. അതാണല്ലോ ഈ സയനിസത്തെ നയിക്കുന്നത്. ഞങ്ങൾ ദൈവം തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് എന്താണ് പലസ്തീൻ്റെ മണ്ണ് ഞങ്ങൾക്ക് ദൈവം കരുതി വെച്ചതാണ്. അത് കാനാൻ ദേശമാണ്. അവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ ഞങ്ങൾ അടിച്ചോടിച്ചു മരിഞ്ഞു വീഴ്ത്തിയും വെടിവെച്ചു കൊന്നും ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ അവകാശമുണ്ട്. കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഇതേ അതിനായക ബോധമാണ്. ഞങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ലോകം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ ലോകത്ത് ഞങ്ങൾക്ക് അനഭിമതരായ എല്ലാ ആളുകളെയും ഇല്ലാതാക്കും. ഇതാണ് നിലപാട്. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികളുടെ, പ്രത്യേകിച്ച് എണ്ണ കമ്പനികളുടെ താല്പര്യമാണ് മഡൂറോയുടെ അറസ്റ്റിലേക്ക് എത്തിയത്. കാരണം അവരെ എണ്ണ ദേശാൽക്കരിക്കുകയും അമേരിക്കൻ ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും അവിടുന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണക്ക്, വെനിസ്വേല ഒപ്പക്ക് രാജ്യമാണ്, എണ്ണ കുഴിച്ചെടുത്ത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയിൽ അംഗമാണ്. അത് ഉണ്ടാക്കിയ ആളുകളാണ്. ഒപ്പക്ക് ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു രാജ്യം കൂടിയാണ് വെനിസ്വേല. അപ്പോൾ ആ വെനിസ്വേല എണ്ണക്ക് മുകളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണത്തെ, വില നിശ്ചയിക്കൽ, കുഴിച്ചെടുക്കുന്നതിന് നിയന്ത്രണം, ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വെനിസ്വേലൻ എണ്ണ ഇഷ്ടം പോലെ അമേരിക്കക്ക് മൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട് ആ രാജ്യത്തിനകത്ത് കടന്ന് പിടിച്ചു കെട്ടി അമേരിക്കൻ പട്ടാളം കൊണ്ടുപോയത്. അതിന് സമാനമായ നടപടികളാണ് ഇവിടെയും വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കുന്ന ആൾ ഈ മാർക്കോ റൂബിയോ. ഈ മാർക്കോ റൂബിയോ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു ക്യൂബൻ വിരുദ്ധനാണ്, സോഷ്യലിസ്റ്റ് വിരുദ്ധനാണ്. അതിന് ചരിത്രപരമായ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഈ മാർക്കോ റൂബിയോയുടെ പിതാവിനെ പണ്ട് കാസ്ട്രോവിൻ്റെ കാലത്ത് ക്യൂബ പിടിച്ച് ജയിലിട്ടിരുന്നു. അപ്പോൾ മാർക്കോ റൂബിയോ ലോകത്തോടൊക്കെ പറഞ്ഞത് എന്താണ്? എൻ്റെ പിതാവിനെ ഈ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കാസ്ട്രോവിൻ്റെ സർക്കാർ രാഷ്ട്രീയ കാരണങ്ങളെ പിടിച്ച് ജയിലിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് പല ഗവേഷകരും എന്താണ്, ഈ മാർക്കോ റൂബിയോയുടെ പിതാവ് എന്തിൻ്റെ പേരിലാണ്, ഈ പിതാവ് റൂബിയോ എന്തിൻ്റെ പേരിലാണ് ജയിലിൽ പോയത് അന്വേഷിച്ചത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിലാണ്, മയക്കുമരുന്ന് കടത്ത് കേസിൽപ്പെട്ടിട്ടാണ് ജയിലിൽ പോയത്. ആ പ്രശ്നം എന്താണ് പുറത്ത് വന്നതോടുകൂടി ഇപ്പം അയാൾ അത് പറയുന്നില്ല ലോകത്തോട്, തൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം പറയുന്നില്ല.
എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കോ റൂബിയ എന്താണ് ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ വലിയ ക്യൂബൻ വിരുദ്ധനാണ്. അദ്ദേഹം അധികാരമേറ്റെടുത്ത് ഉടനെ തന്നെ ക്യൂബയെ തകർക്കാനുള്ള വലിയ പദ്ധതികളെക്കുറിച്ച് ആലോചിച്ച ഒരാളാണ്. ഇപ്പോൾ ഇറാനെ പോലെ, ലബനെ പോലെ, പലസ്തീനെ പോലെ ലാറ്റിൻ അമേരിക്കയിലെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളുടെ ഒരു ആവേശമായ ഒരു വഴികാട്ടിയായി നിൽക്കുന്ന ക്യൂബയെ കൂടി തകർക്കാനുള്ള ഒരു ഓപ്പറേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പഴയ 96-ലെ ഈ വിമാനം വെടിവെച്ചിട്ട കേസ് പൊക്കിയെടുത്ത് അതിൻ്റെ കുറ്റപത്രം അന്താരാഷ്ട്ര കോടതിയിൽ കൊടുത്തു. അതോടൊപ്പം തന്നെ കടുത്ത ഇന്ധന ഉപരോധമാണ്. അങ്ങോട്ട് എണ്ണക്കപ്പലുകൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ക്യൂബയുടെ പഞ്ചസാരക്ക് ലോക മാർക്കറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ്. ക്യൂബക്ക് ആഹാരവും മരുന്നും കൊടുക്കാത്ത രീതിയിൽ ഉപരോധം വളർന്നിരിക്കുന്നു. വൈദ്യുതിയില്ല. അപ്പം അതെല്ലാം തന്നെ എന്താണ്, വലിയ ഇന്ധന പ്രതിസന്ധിയും ഭക്ഷണമില്ലായ്മയും ഒക്കെ ക്യൂബൻ ജനതയിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കി ക്യൂബക്കകത്ത് ഒരു വിമത കലാപമുണ്ടാക്കി അധികാരം പിടിക്കാൻ പറ്റുമോ എന്ന പരീക്ഷണമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്യൂബൻ ജനത അതിനെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള എത്രയോ CIA ഇടപെടലുകൾ കണ്ടതാണ്. കാസ്ട്രോ ജീവിച്ചിരുന്ന കാലത്ത് 650 തവണയാണ് ആ ലാറ്റിൻ അമേരിക്കൻ നേതാവിൻ്റെ നേരെ CIA വധശ്രമം നടത്തിയത്. അത് വളരെ ഇൻ്റലിജൻസായ ഇടപെടലുകളുടെ തിരിച്ചറിഞ്ഞ് ആ വധശ്രമങ്ങളെ എല്ലാം അതിജീവിച്ച ആളാണ് കാസ്ട്രോ. ഇന്നത്തെ ക്യൂബൻ നേതൃത്വവും ഇപ്പം വിപ്ലവാനന്തര തലമുറയാണ് ക്യൂബയിൽ ഇപ്പോൾ ഭരണാധികാരം കൈയാളുന്നത്. അവരും എന്താണ് ഈ അനുഭവങ്ങളെയൊക്കെ സ്വാംശീകരിച്ച് നല്ല രീതിയിൽ അമേരിക്കക്കെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ കഴിയുമെന്ന് നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യായമായി ഒരു കാരണവുമില്ലാതെ ഒരു രാജ്യത്തെ തകർക്കാൻ ഉപരോധവും വ്യാജ കേസുകളുമൊക്കെ അമേരിക്കൻ സാമ്രാജ്യത്വം പടച്ചുവിടുമ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ലോകം എന്താണ് അമേരിക്കക്ക് കടിച്ചു കയറാൻ ക്യൂബയെ വിട്ടുകൊടുക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ വിമോചന ആശയങ്ങൾ, ബൊളിവേറിയൻ വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ മനസ്സ് സൂക്ഷിക്കുന്ന ജനത ഒരു കാരണവശാലും ക്യൂബയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്ക് ഒപ്പം നിൽക്കില്ല. അമേരിക്കക്കെതിരായിട്ട് ലാറ്റിൻ അമേരിക്കയുടെ വലിയ ഒരു പ്രതിരോധം, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുമെന്ന് തന്നെയാണ് ലോകം ഇന്ന് കാണുന്നത്. ഇപ്പം ഇന്നത്തെ ഒരു ലോക സാഹചര്യം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഇടപെട്ടു, അതിനു മുമ്പ് ഉക്രൈൻ യുദ്ധമുണ്ടാക്കി. ഇതിലെല്ലാം എന്താണ്, ഈ ട്രംപ് എന്താണ് കുടുങ്ങിക്കിടക്കുകയാണ്. ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് എത്ര വർഷമായി? പരിഹരിക്കാനാവുന്നില്ല. ഉക്രൈൻ പിടിച്ചെടുത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണ പ്രകൃതിവാതക കുഴലുകൾ എന്താണ് തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. കാരണം എന്താണ്, റഷ്യ നേരിട്ട് എന്താണ് ഈ യൂറോപ്യൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾക്ക് എണ്ണ കൊടുക്കുകയാണ്. അപ്പം ആ വിപണി അമേരിക്കൻ കുത്തകൾക്ക് കിട്ടുന്നില്ല. ആ വിപണി പിടിച്ചെടുക്കാൻ എന്ത് ചെയ്യണം? റഷ്യയുടെ എണ്ണക്കുഴലുകൾ പോകുന്നത് ഉക്രൈൻ വഴിയാണ്. അത് തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരണം. അതിനാണ് നാറ്റോ വിന്യാസം നടത്തിയത്. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ ധാരണ എന്താണ്? സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ ഉക്രൈനൊക്കെ ആയിട്ട് പിളരുകയാണല്ലോ, ആ രാജ്യങ്ങളോ ഒന്നും എന്ത് ചെയ്യില്ല എന്നാണ് നാറ്റോ സഖ്യത്തിൽ അംഗമാക്കില്ല. അത് സോവിയറ്റ് യൂണിയൻ ലോകത്തിന് കൊടുത്ത ഉറപ്പാണ്, സോവിയറ്റ് യൂണിയന് അമേരിക്ക കൊടുത്ത ഉറപ്പാണ്. പക്ഷേ ഇപ്പം എന്താണ്, ഈ കിഴക്കൻ യൂറോപ്പിലെ പഴയ സോഷ്യൽ രാജ്യങ്ങൾ ഓരോന്നായി നാറ്റോൻ്റെ ഭാഗമായി. ബൾഗേറിയ, ഈ പോളണ്ട് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും നാറ്റോൻ്റെ ഭാഗമായി. ഇനിയിപ്പോൾ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായ ഉക്രൈനെ നാറ്റോൻ്റെ ഭാഗക്കാരാണ് സെലൻസ്കിയെ പോലുള്ള ഒരാളെ ഉപയോഗിച്ച് ആ രീതിയിലുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനുവേണ്ടി യുദ്ധം ആരംഭിച്ചത്. പക്ഷേ യുദ്ധം എന്താണ്, നീണ്ടുപോവുകയാണ്. യുദ്ധം എവിടെ എത്തിക്കാൻ കഴിയുന്നില്ല. എത്രയോ സിവിലിയന്മാർ ഉൾപ്പെടെ മരണപ്പെട്ടു. വലിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടായി. കെട്ടിടങ്ങൾ, റോഡുകൾ, വിമാനത്താവളങ്ങൾ എല്ലാം തകരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ഗസയിലുമുള്ളത്. 2023 ഒക്ടോബർ 7 ശേഷം ആരംഭിച്ച യുദ്ധം എളുപ്പങ്ങ് അവസാനിപ്പിച്ചുള്ള ഗസയെ എന്താണ് ഞങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ നഗരമാക്കും. അതിനു വേണ്ടിയിട്ട് എന്താണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ തന്നെ നഗര ആസൂത്രണ വകുപ്പ് വരെ ആലോചന യോഗങ്ങൾ വിളിച്ചതാണ്. പക്ഷേ ഹമാസിൻ്റെ ശക്തമായ പ്രതിരോധത്തിന് ലബനൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഈ ഗസക്ക്
പലസ്തീന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്തുണ, ചൈന ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, ഇതെല്ലാം തന്നെ എന്താണ് വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് എന്താണ് ഈ ഗസയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനാണ്. അതുകൊണ്ട് ഇറാനെ അടിച്ചു കളയാം. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ടൊരു ഓപ്പറേഷൻ ആരംഭിച്ചില്ലേ? പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എലിമെൻ്ററി സ്കൂളിൽ ബോംബിട്ട് കൊണ്ടല്ലേ ആ ഓപ്പറേഷൻ, ആ യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ എന്താ കരുതിയത് 4 ദിവസം കൊണ്ട് ഭരണമാറ്റം ഉണ്ടാക്കുന്നതാണ് മാർക്കോ റൂബിയും ട്രംപും അഹങ്കരിച്ചിരുന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇറാൻ ശക്തമായി പ്രതിരോധിച്ചു, പ്രത്യാക്രമണമുണ്ടായി. ആ പ്രത്യാക്രമണത്തിന് മുമ്പിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും CIA-യും പെൻറ്റഗണും അമേരിക്കൻ പ്രതിരോധ വകുപ്പും പകച്ചു പോകുന്നതാണ് ലോകം കണ്ടത്. ഇപ്പോൾ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന എല്ലാ ആരോപണങ്ങളും പരിശോധിക്കപ്പെട്ടു. അതിലൊന്നും വസ്തുതയില്ല. ഇറാൻ്റെ ഒരാണവ നിലയത്തിലും യുറേനിയം എൻറിച്ച്മെൻറ്റ്, ആണവായുധം ഉണ്ടാക്കാനല്ല, അവർ സമാധാനപരമായ ഊർജാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അങ്ങനെ യുറേനിയം എൻറിച്ച്മെൻറ്റ്, ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറാനിലെ ആണവ നിലയങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് വസ്തുത പുറത്തു വന്നിരിക്കുക. എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഇറാനിയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തുർക്കി ഒഴിച്ചിട്ടുള്ള എല്ലാ സൈനിക താവളങ്ങൾക്കെതിരായിട്ട് എന്താണ് ഇപ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ആ പ്രത്യാക്രമണത്തിൻ്റെയൊക്കെ ഗുരുതരമായ ആഘാതം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ അവിടെ പണിയെടുക്കുകയാണ്. അപ്പോൾ ഈ സൈനിക താവളത്തിനെതിരായിട്ടാണ് അവർ യുദ്ധം നടത്തുന്നതെങ്കിലും സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തില്ലെങ്കിലും അതൊക്കെ എന്താണ് കേരളത്തിൻ്റെ ഫലത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ സമ്പദ്ഘടനയിൽ ഒക്കെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? ട്രംപല്ലേ? ഒരു കാരണവുമില്ലാതെ ഇസ്രായേലിനെ ഉപയോഗിച്ച് റൈസിംഗ് ലയൺ, ഓപ്പറേഷൻ ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഇറാനെ പിടിച്ചെടുക്കാനുള്ളൊരു യുദ്ധം. ഇങ്ങനെ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെ, അതിൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനിയെ വധിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വധിച്ചു ബോംബിങ്ങിലൂടെ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? തങ്ങൾക്ക് എന്തുമാകാം, തങ്ങൾ ലോക പോലീസാണ്, തങ്ങൾ എന്തും ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ലോകം അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഇറാൻ ശക്തമായി പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇറാനെ എപ്പോൾ സപ്പോർട്ട് ചെയ്യാവുന്ന സിറിയയെ ആദ്യം എന്താണ് HTC ജുലാനിയെ വെച്ചെന്താണ് ഈ അൽഖയ്ദക്കാരെ പിടിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തെ വെച്ചെന്താണ് അമേരിക്ക വളരെ ബുദ്ധിപരമായിട്ട് എന്താണ് അവിടെ തകർത്ത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ സർക്കാർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ HDSൻ്റെ സർക്കാരിന്, ജുലാനി സർക്കാരിന് പോലും എന്താണ് അമേരിക്കയെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ള ഗവൺമെൻറ്റും ഹിസ്ബുള്ള മിലിറ്ററിയും അതെന്താണ് മരണത്തെ ഭയമില്ലാത്ത പോരാളികളുടെ സംഘടനയാണ്. അവരതിശക്തമായി എന്താണ് ഈ പലസ്തീൻ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിച്ചു. അമേരിക്കയോട് നേരിട്ട് തെരുവുകൾ യുദ്ധം ചെയ്യാൻ തയ്യാറായി. അങ്ങനെ വന്നപ്പോൾ എന്താണ് ലെബനനെ ഞങ്ങളാകെ പിടിച്ചെടുത്ത് ഹിസ്ബുള്ള ഗവൺമെൻറ് മാറ്റും എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ അതിനു മുമ്പിലും പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്ക അവരുടെ അധിനിവേശത്തിന് വേണ്ടി മുൻപിൻ ആലോചനയില്ലാതെ ആരംഭിച്ച എല്ലാ യുദ്ധങ്ങളും എല്ലാ ആക്രമണങ്ങളും അമേരിക്കയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പം മംദാനി ന്യൂയോർക്ക് മേയർ പറഞ്ഞിരിക്കുന്ന ഈ യുദ്ധം അമേരിക്കക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എന്താണ്? മനുഷ്യനഷ്ടം മാത്രമല്ല, ആയുധങ്ങളുടെയും ആധുനിക യുദ്ധോപകരണങ്ങളുടെയും നഷ്ടം മാത്രമല്ല, അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഡോളറുകൾ, ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നു. അമേരിക്കൻ സമ്പദ്ഘടന ഈ യുദ്ധം വിയറ്റ്നാം യുദ്ധം പോലെ തന്നെ അമേരിക്കക്ക് വലിയ പ്രത്യാഘാതം, തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് യുദ്ധം എന്ന് അമേരിക്കൻ പൗരന്മാർ തന്നെ വിളിച്ചു പറയുകയാണ്. ന്യൂയോർക്കിലും വാഷിങ്ടണിലും വലിയ ഡെമോൺസ്ട്രേഷനുകൾ പുതിയ തലമുറ വിദ്യാർത്ഥികൾ നടത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് അമേരിക്ക ആഭ്യന്തരമായിട്ടും സാർവദേശീയ തലത്തിലും വലിയ വെല്ലുവിളിയെ നേരിടുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യൂബ, വെനസ്വല, നിക്കാരാഗ്വ ഇതേപോലുള്ള രാജ്യങ്ങൾക്കെതിരെ ഈ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ ഉപരോധങ്ങൾക്ക് ഇവർക്കെതിരായ നടപടികൾ എന്തെങ്കിലും ഒരു പ്രത്യേക പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, ഈ രാജ്യങ്ങൾക്കെല്ലാം എതിരായിട്ട് എന്താണ് ഈ അമേരിക്ക ചിന്തിക്കുന്നത് ലോകം ഭരിക്കേണ്ടത് ഞങ്ങളാണ്. പഴയ മൺറോ സിദ്ധാന്തത്തിൻ്റെ കാലം മുതൽ അവർ ചിന്തിച്ച എന്താണ് ഈ ലാറ്റിൻ അമേരിക്കയൊക്കെ അമേരിക്കയുടേതാണ്. അപ്പം ലോകത്തിൻ്റെ അതിനായകന്മാർ തങ്ങളാണ്, ലോകം ഭരിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരു അധിനിവേശ ഭ്രാന്താണ്. ആ ഭ്രാന്തും എന്താണ് ഈ അമേരിക്ക സാമ്രാജ്യത്വത്തിന്, അമേരിക്കൻ ഭരണകൂടത്തിന് പിറകിലുള്ള വൻകിട മുതലാളിത്തം, മൾട്ടിനാഷണൽ കമ്പനികൾ, കാർഗിൽ കോർപ്പറേറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ കുത്തകയാണത്. യുണൈറ്റഡ് ഫുഡ്സ് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ പഴവിള കുത്തകയാണത്. അവരാണ് അമേരിക്കയെ മുഴുവൻ അവരുടെ പഴവിളകളുടെ തോട്ടമാക്കാൻ, ബനാന റിപ്പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള
അപ്പോൾ അമേരിക്കൻ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ലാറ്റിൻ അമേരിക്ക അവരുടെ അടുക്കളയായി നിൽക്കണമെന്നാണ്. അവർ അവരുടെ പിൻമുറ്റം പോലെയാണ്, പിന്നാമ്പുറം പോലെയാണ് ലാറ്റിൻ അമേരിക്ക കാണുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയംനിർണയത്തെയും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവരുടെ അവകാശത്തെയും അമേരിക്ക ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. ഇന്നത്തെ പോലുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സ്വതന്ത്രമായ ബന്ധങ്ങളെയും ജനങ്ങളുടെ സ്വയംനിർണയത്തെയും ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശത്തെയും നമ്മൾ സാർവദേശീയമായി അംഗീകരിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപിത നയമാണത്. ആ നയങ്ങൾക്ക് എതിരായിട്ടുള്ള രാഷ്ട്രങ്ങളെ തങ്ങളുടെ കോളനിയാക്കണം, തങ്ങളുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു കൊളോണിയൽ ആംഗ്ലോ സാക്സൺ ബോധമാണ്. ഈ ആംഗ്ലോ സാക്സൺ വംശീയതയുടെ ശത്രു ലാറ്റിൻ വംശീയതയാണ്, ലാറ്റിൻ ജനതയാണ്. അതിനോട് ചേർന്ന് വേണമെന്ന് നമ്മൾ കാണാൻ അറബ് വംശീയതക്ക്, അറബ് ജനതക്കെതിരായിട്ടുള്ള ഈ ആംഗ്ലോ സാക്സൺ വർണ്ണവെറിയെയും സയനിസ്റ്റ് വർണ്ണവെറിയെയും കാണാൻ. അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള വളരെ കലുഷിതമായ, വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. പ്രധാനമായിട്ടും അമേരിക്ക ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്നത് ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, ജനാധിപത്യം സംരക്ഷിക്കണം എന്നുള്ള വാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ. പക്ഷേ ഇത്തരം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തന്നെ അമേരിക്ക തന്നെ സൃഷ്ടിച്ചെടുത്ത സ്വേച്ഛാധിപതികളുണ്ട്, സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബനാന റിപ്പബ്ലിക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു കോൺട്രഡിക്ടറി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് വിസിബിൾ അല്ലേ. എന്നിട്ടും അമേരിക്ക ഇപ്പോഴും ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ എന്ന് പറയുമ്പോൾ അത് തീർത്തും ഒരു മണ്ടത്തരം അല്ലെങ്കിൽ വിഡ്ഢിത്തരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അമേരിക്ക എന്ന് പറയുന്നത് എന്താണ്? അവർ പ്രയോഗിക്കുന്ന ഓരോ വാക്കിൻ്റെയും എന്താണ് അർത്ഥത്തെ നഷ്ടപ്പെടുത്തുന്ന അജണ്ടയാണ് അവർക്കുള്ളത്. അവർ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ജനതയുടെയും സ്വതന്ത്രമായ ഒരു ജനതയായി ഒരു പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തകർക്കുന്നതിനാണ് അവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അമേരിക്കയുടെ ലോകാധിപത്യത്തിന് വഴങ്ങാത്ത രാജ്യങ്ങളുടെ സ്വതന്ത്ര പരമാധികാരപൂർണമായ നിലനിൽപ്പിനെ, സ്വാശ്രയത്വപൂർണമായ സാമ്പത്തിക അസ്തിത്വത്തെ, അതാണ് അവരെന്ത് പറയുന്നത് സ്വേച്ഛാധിപത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സദ്ദാം ഹുസൈൻ അമേരിക്കക്ക് എങ്ങനെയാണ് അനഭിമതനായത്? അദ്ദേഹം എണ്ണ കയറ്റുമതി ചെയ്യാൻ ഇഷ്ടം പോലെ അനുവദിക്കില്ല, എണ്ണ കുഴിച്ചെടുക്കാൻ സമ്മതിക്കില്ല, ഒപ്പക്ക് നിയമങ്ങൾ പാലിക്കണം. അതിനുവേണ്ടി എന്താണ് കുവൈറ്റിലെ എണ്ണക്കിണറുകൾ അമേരിക്ക ഇഷ്ടം പോലെ എണ്ണ കുഴിച്ചെടുത്തപ്പോൾ തടഞ്ഞു, സൈന്യത്തെ അയച്ചു. ഹൂഗോ ഷാവോസ് അവിടത്തേക്ക് കിണറുകളിലേക്ക് ഇഷ്ടം പോലെ എണ്ണ കുഴിച്ചു കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഓരോ ജനതയും അവരുടെ സമ്പത്തും വിഭവങ്ങളും സംരക്ഷിക്കാൻ എടുക്കുന്ന ദേശീയ പരമാധികാരവുമായി ബന്ധപ്പെട്ട നിലപാടുകളാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത്. അപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് ഈ ലോകമാകെ ഞങ്ങൾക്ക് അവകാശപ്പെടുന്നതാണ്, ആകാശവും ഭൂമിയും എല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെടുന്നതാണ്, ഞങ്ങളാണ് ഈ ലോകത്തിൻ്റെ അതിനായകന്മാർ എന്നാണ്. മനുഷ്യരാശിയുടെ വിധി തീരുമാനിക്കുന്നത്, വിധി നിർണ്ണയിക്കുന്നത് അമേരിക്കയാണ് എന്ന അതിനായക ബോധമാണ് അമേരിക്കയെ നയിക്കുന്നത്. അതാണ് പ്രശ്നം. ആ അതിനായക ബോധം എന്ന് പറയുന്നത് അമേരിക്കയിലെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ലോകമെമ്പാടുമുള്ള സമ്പത്തും വിഭവങ്ങളും മാർക്കറ്റും അവരുടേതാക്കാനാണ്. ഇപ്പം നോക്കുക, താരിഫ് യുദ്ധമാണ്. അമേരിക്കയുമായിട്ടുള്ള ചരക്കുൽപാദനത്തിൻ്റെ രംഗത്തെ മത്സരത്തിൽ, പ്രത്യേകിച്ച് IT രംഗത്തുൾപ്പെടെ ചൈന വലിയ മേൽക്കൈ നേടി. ലോക വിപണി ചൈനയ്ക്ക് വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് അവർ ചൈനയെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ ചൈനയെ പ്രതിരോധിക്കാൻ അവർക്ക് അവരുടെ ടെക്നോളജിയൊക്കെ വികസിപ്പിച്ച് ചൈന ഉണ്ടാക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വില കുറഞ്ഞ സാധനം ഉണ്ടാക്കി മാർക്കറ്റിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്താണ്, വലിയ ഉപരോധം, ചൈനയ്ക്ക് നേരെ ഉപരോധം. റഷ്യൻ എണ്ണ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ. റഷ്യൻ എണ്ണ കുറഞ്ഞ വിലക്ക് ഇന്ത്യ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പം എന്താണ്, ഉക്രൈൻ റഷ്യൻ യുദ്ധവും ഈ സാഹചര്യമൊക്കെ വന്നപ്പോൾ എന്താണ് അമേരിക്ക എടുത്തത്? ഇന്ത്യ വാങ്ങരുത്. അപ്പോൾ അമേരിക്ക സാമന്ത രാജ്യങ്ങളെ സൃഷ്ടിക്കുകയാണ്. ആ സാമന്ത രാജ്യങ്ങളെ എന്താണ് അവർ ശാസിക്കുകയാണ്. അപ്പോൾ നമ്മൾ എണ്ണ വാങ്ങിച്ചാൽ എന്താണ്, നമുക്ക് 100% താരിഫാണ് റഷ്യൻ എണ്ണ വാങ്ങിച്ചാൽ. അപ്പോൾ ചുങ്കത്തെ തങ്ങളുടെ വരുതിയിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടുവരാൻ താരിഫിനെ ആയുധമാക്കുകയാണ് അവർ. അപ്പം ഗ്ലോബലൈസേഷൻ്റെ തുടക്കത്തിൽ ഇവരെന്താ പറഞ്ഞത്? ചുങ്കരഹിതമായ എല്ലാവിധത്തിലുമുള്ള താരിഫുകളൊക്കെ എടുത്തു കളഞ്ഞ് എന്താണ് ഒരു ഏക വിപണിയിലേക്ക് പോകും. അപ്പോൾ എവിടെ ഉണ്ടാക്കുന്ന ചരക്കുകൾ ഇഷ്ടം പോലെ നമുക്ക് വാങ്ങിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഘാട്ട് കരാറിൻ്റെ സമയത്ത് കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ ഘാട്ട് കരാറിനെ കുറിച്ചൊരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു.
ആ സെമിനാറിൽ പ്രസംഗിച്ച ഒരാൾ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന UDFൻ്റെ മിസ്റ്റർ KM മാണി സാറായിരുന്നു. KM മാണി സാറ് ഘാട്ടുകാരൻ, നമ്മളൊക്കെ ഘാട്ടുകാരനെ നിശ്ചിതമായി വിമർശിക്കുകയാണല്ലോ. അത് അധിനിവേശത്തിൻ്റെ പുതിയ പ്രമാണരേഖയാണ്, അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാശ്രയത്തെ തകർക്കുന്നതാണ്, നമ്മുടെ വ്യാപാര സ്വാതന്ത്ര്യത്തിന് അപകടകരമാണ് എന്ന ഒരു നിലപാട് പൊതുവെ ഇടതുപക്ഷം എടുത്തപ്പോൾ മാണി സാർ എന്താ പറഞ്ഞത്? ഒരു തിയറിയും പറയാതെ പറഞ്ഞു, കോട്ടയത്തെ റബ്ബർ കൃഷിക്കാർക്ക് അവൻ്റെ റബ്ബറിന് ഏറ്റവും കൂടിയ വില കിട്ടുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. മാർക്കറ്റുകളുടെ നിയന്ത്രണം എടുത്തു കളയുകയാണ്. അപ്പോൾ കോട്ടയത്തെ റബ്ബറിന് കോട്ടയത്ത് വില കുറവാണെങ്കിൽ നിങ്ങൾക്ക് ടോക്കിയോയിലേ പോകാം, നിങ്ങൾക്ക് കെനിയയിലേക്ക് പോകാം, നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാം. അപ്പോൾ എന്താണ്? ഏക വിപണിയാവുകയാണ്. വിപണിക്ക് മുകളിലുള്ള എല്ലാ ചുങ്ക നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ് സർവതന്ത്ര സ്വതന്ത്രമായ വിപണി. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പം ചുങ്കം കൊണ്ടാണ് കളി. താരിഫ് യുദ്ധമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾക്ക് നേരെ വലിയ ചുങ്കം ചുമത്തുകയാണ്. ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉണ്ടായല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്താണ്? ഇന്ത്യൻ സാധനങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ പോകണമെങ്കിൽ 18% ചുങ്കമാണ്. ഇന്ത്യയിലേക്ക് അമേരിക്കൻ സാധനങ്ങൾ വരണമെങ്കിലോ അവർക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ, അവർക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ 0 താരിഫാണ്. ഒരു നയാപൈസ ചുങ്കമില്ല. എന്തൊരു വിധേയത്വമാണ്, എന്തൊരു അടിമത്വമാണിത്. അപ്പം വ്യാപാര കരാറുകളിലൂടെ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നൊക്കെയാ പറയുക. എന്ത് ഫ്രീ ട്രേഡ്? അമേരിക്ക പറയുന്നതാണ് ഫ്രീ. അമേരിക്കക്കെല്ലാം സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാൻ കഴിയുന്നതിനെയാണ് അവർ ഫ്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ഒരു ആധുനിക സാമ്പത്തിക യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊരു സാമ്പത്തിക യുദ്ധമാണ്. ഇപ്പോൾ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നുണ്ട്, ഈ സാമ്പത്തിക രംഗത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തുൽപാദനത്തിൻ്റെ മണ്ഡലത്തിൽ സയൻസും ടെക്നോളജിയും ഒക്കെ ചേർന്ന് അമേരിക്കയെ വെല്ലുവിളിക്കാവുന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ ഉയർന്നു വരുമല്ലോ. സോഷ്യലിസ്റ്റ് ബ്ലോക്ക് നിലനിൽക്കുന്ന കാലത്താണ് ഈ നിയോ ലിബറലിസത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള സാമ്പത്തിക സാധനം മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. അപ്പോൾ അമേരിക്കക്ക് വെല്ലുവാവുന്ന രീതിയിൽ ലോകം മുന്നേറും. അങ്ങനെ വരുവാണെങ്കിൽ അമേരിക്കക്ക് എങ്ങനെ ലോകശക്തിയാവാൻ കഴിയും എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞ എന്താണ്? എല്ലാ സാമ്പത്തിക നിയമങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാവുന്ന മിലിറ്ററി പാർലമെൻ്ററി കോംപ്ലക്സാണ് പെൻറ്റഗൺ. അമേരിക്ക എപ്പോഴും എന്താണ്? സൈന്യത്തെ, പെൻറ്റഗണിനെ, മിലിറ്ററി പാർലമെൻ്ററി കോംപ്ലക്സിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അതിന് നമ്മൾ പറയുന്ന അമേരിക്കയുടെ പ്രതീകമൊക്കെ എന്താണ്? സ്വതന്ത്ര പ്രതിമയൊക്കെയാണ്, സ്വതന്ത്ര ദേവതയാണ്. പക്ഷേ ഒരു അമേരിക്കൻ കവി പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം പ്രതിമയായ രാജ്യമാണ് അമേരിക്ക. അവിടെയും സ്വാതന്ത്ര്യമില്ല, ലോകരാജ്യങ്ങൾക്കും അതൊരു സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. അതിൻ്റെ ലോകാധികാരം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അവകാശപ്പെട്ട വിഭവങ്ങളും സമ്പത്തും കൊള്ളയടിക്കാനും ലോകമെമ്പാടും വളർന്നു വരുന്ന സ്വതന്ത്ര സ്വാശ്രിത സമ്പത്തിനെ തകർക്കാൻ കഴിയുന്ന തരത്തിൽ തങ്ങളുടെ ചരക്കുകൾ ലോകമെമ്പാടുമുള്ള വിപണികളിൽ ഒരു തടസ്സവുമില്ലാതെ കൊണ്ടുപോയി വിൽക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അമേരിക്കക്ക് കച്ചവടമാണ്. അമേരിക്കക്ക് ആ കച്ചവടത്തിനെതിരാകുമ്പോൾ എന്താവും? അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ അവരെ യുദ്ധത്തിലേക്ക് നയിക്കും. അവർക്ക് വിഭവങ്ങളും സമ്പത്തും സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ, അവരുടെ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ സ്വതന്ത്രമായി വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക്, അതിന് തടസ്സം നിൽക്കുന്ന ഭരണകൂടങ്ങൾക്ക്, അതിന് തടസ്സമായി വർദ്ധിക്കുന്ന നേതാക്കൾക്ക്, അത് റൗൾ കാസ്ട്രോ ആവട്ടെ, അത് മഡൂറയാവട്ടെ, അത് ആയത്തുള്ള ഖമേനി ആവട്ടെ, ലോകത്ത് തങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ജനതകൾക്കും ഭരണ നേതാക്കൾക്കുമെതിരായിട്ട് കടന്നാക്രമണം നടത്തുക എന്നുള്ളതാണ്. അത്തരം രാഷ്ട്രങ്ങളെയും ഭരണകൂടങ്ങളെയും രാജ്യ നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ നയം. ചിലിയിലെ അരണ്ട തൊട്ടുള്ള നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള യുദ്ധം ഒരു രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ അമേരിക്ക നടന്ന ഇത്തരം കടന്നുകയറ്റം യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളെയല്ലേ നേരിട്ട് തന്നെ ബാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള യുദ്ധം നമ്മളിപ്പോൾ മലയാളികളെ കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ സാധാരണ അടിസ്ഥാന ജനങ്ങളെയല്ലേ ശരിക്കും ബാധിക്കുന്നത്. തീർച്ചയായിട്ടും യുദ്ധം എപ്പോഴും എന്താണ്? ആയുധ കച്ചവടക്കാർക്കും. അമേരിക്ക എന്ന് പറയുന്ന ഒരു യുദ്ധോന്മുഖ സമ്പദ്ഘടനയാണ്. അമേരിക്കക്ക് വാർ ഈസ് പ്രോസ്പെരിറ്റി എന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തമാണ് അമേരിക്കയുടേത്. യുദ്ധമാണ് സമൃദ്ധി ഉണ്ടാക്കുന്നത്. യുദ്ധം അവർക്ക് വിഭവങ്ങളും സമ്പത്തും പിടിച്ചെടുക്കാൻ കഴിയും. യുദ്ധത്തിന് വേണ്ടി അവരുണ്ടാക്കുന്ന ഉപകരണങ്ങൾ
വാഹനങ്ങൾ, ഇതെല്ലാം വിറ്റഴിക്കാൻ കഴിയും. ഇപ്പോൾ യുദ്ധോപകരണങ്ങളുടെ കച്ചവടമാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. ലോകത്ത് മൊത്തം ചിലവാക്കുന്ന സൈനിക ചെലവിൻ്റെ 90% അമേരിക്കയുടേത്. അത് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനതാണ്. അവർ യുദ്ധത്തെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്ന ഒരു സമ്പദ്ഘടനയാണ്. അവരുടെ വളർച്ചയുടെ സമൃദ്ധിയുടെ അടിസ്ഥാനം വാറാണ്. വാർ ഈസ് പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ലോക ജനതയ്ക്ക് യുദ്ധം എന്താണ്? മനുഷ്യരുടെ മരണം മാത്രമല്ല, മനുഷ്യ ജീവനുകളുടെ നഷ്ടം മാത്രമല്ല, ലോകമെമ്പാടും മനുഷ്യർക്ക് ഭക്ഷണം കിട്ടില്ല, വലിയ വിലക്കയറ്റം ഉണ്ടാവും, പണപ്പരപ്പുണ്ടാക്കും. ഇപ്പോൾ ഇറാൻ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്താണ്? ലോക സമ്പദ്ഘടന തന്നെ വലിയ രീതിയിലുള്ള വിലക്കയറ്റം, മറുഭാഗത്ത് പണപ്പെരുപ്പം. ഇതിനോട് ചേർന്ന് എന്താണ്? ലോകമെമ്പാടുമുള്ള സമ്പദ്ഘടനകൾ വലിയ മാന്ദ്യം. അപ്പോൾ ഒരു ഭാഗത്ത് മാന്ദ്യം, മറുഭാഗത്ത് പണപ്പെരുപ്പം. ഇത് രണ്ടും ചേർന്ന് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന ഒരു പ്രവണത ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഉൽപാദന മാന്ദ്യവും പണപ്പെരുപ്പും. ഇതിനിടയിലാണ് ജനങ്ങൾ. ഇപ്പം നോക്കുക, ഹോർമൂസ് കടലിക്കലെ ഈ കപ്പൽ നീക്കം, എണ്ണക്കപ്പലുകൾക്ക് വലിയ ഉപരോധം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ എണ്ണയുടെ വില കൂടി. യുദ്ധം തുടങ്ങുമ്പോൾ ഒരു ബാരൽ എണ്ണക്ക് ക്രൂഡ് ഓയിലിന് $60 യുദ്ധം തുടങ്ങിയ ആഴ്ച കഴിയുമ്പോൾ $71. ആ $71 എന്നൊരൊറ്റ ചാട്ട $111. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മോഡി സർക്കാർ 2-3 തവണ ഇപ്പോൾ എണ്ണയുടെ വില കൂട്ടി. 4 തവണ കൂട്ടി. 4 തവണ എണ്ണയുടെ വില കൂട്ടിയപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റാണ് അവർ പറഞ്ഞത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. UPA ഭരിക്കുമ്പോഴും NDA ഭരിക്കുമ്പോഴും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷമായിരുന്ന നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ VD സതീശനെ പോലുള്ള ആൾക്കാർ എന്താ പറഞ്ഞത്? സംസ്ഥാന നികുതി കുറക്കണം എന്നാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷം അങ്ങനെ ഉന്നയിക്കണം. പക്ഷേ ഇപ്പോൾ വീണ്ടും എണ്ണ വിലക്കയറ്റുണ്ടായി. 4 തവണയെ എണ്ണ വില കൂടുന്നു. ഇപ്പോൾ കേരളം ഭരിക്കുന്ന അന്ന് എണ്ണയുടെ സംസ്ഥാന നികുതി കുറക്കണമെന്ന് പറഞ്ഞ ആൾക്കാരെ കുറക്കുന്നുണ്ടോ? കുറക്കുന്നില്ല. ഇത് എണ്ണ വില കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊർജത്തിൻ്റെ വില കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ്വതിൻ്റെയും വില കൂടും. എണ്ണ ഉപയോഗിച്ചാണ് ചരക്ക് വാഹനങ്ങൾ ഓടേണ്ടത്, എണ്ണ ഉപയോഗിച്ചാണ് എല്ലാം ചലിപ്പിക്കേണ്ടത്. അപ്പോൾ എന്താണ്? എണ്ണയ്ക്ക് വില കൂടിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സമസ്ത ആവശ്യങ്ങളുടെ, അത് സാധനങ്ങളായാലും സേവനങ്ങളായാലും എല്ലാത്തിൻ്റെയും വില കൂടും. പ്രകൃതിവാതകം LPG വില കൂടി. എന്താ സ്ഥിതി? അവിടെ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടവുള്ള ചായക്ക് ജോസേട്ടൻ്റെ അടുത്ത് 10 റുപ്യായിരുന്നു. ഇപ്പം നമ്മൾ 15 റുപ്യ കൊടുക്കണം. 10 റുപ്യക്ക് നാട്ടും പ്രദേശം കിട്ടിയിരുന്ന ഒരു പൊറാട്ടയുടെ വില എത്രയാണ്? നഗരത്തിലല്ല ഞാൻ പറയുന്നത്, പാരഗണല്ല, നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ ഒരു പൊറാട്ടക്ക് വില 10 റുപ്യായിരുന്നു. ഇപ്പോഴെന്താ സ്ഥിതി? 15 റുപ്യ. 10 റുപ്യക്ക് നാട്ടും പ്രദേശം കിട്ടിയിരുന്ന ചായയുടെ വില 15 റുപ്യ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഗ്യാസിൻ്റെ വില കൂടി, ഗ്യാസിൻ്റെ വലിയ ക്ഷാമം. പല ആൾക്കാരും കൂടുതൽ വില കൊടുത്ത് കരിഞ്ചന്തയിൽ നിന്ന് പാചകവാതകം വാങ്ങിക്കുന്ന അവസ്ഥ, LPG വാങ്ങിക്കുന്ന അവസ്ഥ. അപ്പം യുദ്ധം എപ്പോഴും എന്താണ്? യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാവാത്ത ജനതകളുടെ ജീവിതത്തിൽ പോലും യുദ്ധമൊക്കെ അങ്ങ് അതിർത്തിയില്ലേ, നമ്മളെന്തിനാണ് ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നതൊക്കെ ചോദിക്കുന്ന നമ്മുടെ മധ്യവർഗ നിസ്സംഗതയുണ്ടല്ലോ, നമ്മുടെ മധ്യവർഗ സൗകര്യവാദമുണ്ടല്ലോ, ആ സൗകര്യവാദികളുടെ അടുക്കളകളിലേക്കും തീന്മേശകളിലേക്കും യുദ്ധം എങ്ങനെയാണ്? എണ്ണയുടെ വിലക്കയറ്റമായിട്ട്, സാധനങ്ങളുടെ വിലക്കയറ്റമായിട്ട്, പാചകവാതക ക്ഷാമമായിട്ട്, അതിൻ്റെ വിലക്കയറ്റമായിട്ട് ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നത്, വിഷമത്തിലാക്കുന്നതെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൗൾ കാസ്ട്രോക്കെതിരായ ഇപ്പോഴത്തെ ഈ നടപടികളെ ചരിത്രം എങ്ങനെയായിരിക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ നോക്കിക്കാണാം? പക്ഷേ അത് കാസ്ട്രോ ബാറ്റിസ്റ്റ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം കോടതിയിൽ നടത്തിയ വിഖ്യാതമായ ഒരു പ്രസ്താവനയുണ്ട്. എന്താണ്? അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചരിത്രം എന്നെ കുറ്റക്കാരനല്ലെന്ന് വിധിക്കും. റൗൾ കാസ്ട്രോവിനെതിരായിട്ട് അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും ഒരു സാർവദേശീയ ക്രൈം ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റപത്രമുണ്ടാക്കിയാലും ചരിത്രം എന്താണ്? റൗൾ കാസ്ട്രോയെ കുറ്റക്കാരനല്ലെന്ന് തന്നെ ആണ്. വരുന്ന നാളുകളിൽ ചരിത്രം എന്താണ്? ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. റൗൾ കാസ്ട്രോയെ പോലുള്ള അമേരിക്കൻ ഭരണകൂടത്തിന് ഭീഷണിയാവുന്ന ഭരണാധികാരികളെയും ദേശീയ നേതാക്കളെയും അമേരിക്കൻ സാമ്രാജ്യത്വം എങ്ങനെയാണ് വേട്ടയാടുന്നത്, അതിനെതിരായിട്ട് വലിയ ലോകാഭിപ്രായം ഉണ്ടാവും. ലാറ്റിൻ ജനതയുടെ വലിയ
പ്രതിരോധമുണ്ടാവും. കരീബിയൻ, ലാറ്റിൻ മേഖലകളിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരും. സഖാവ് ചെഗുവരയെ അവർക്ക് കൊന്നുകളയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെഗുവരയെ ബൊളീവിയയിൽ മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിൽ മാത്രമല്ല, ഈ ഭൂമണ്ഡലത്തിലുടനീളം കണ്ടെത്തുന്നതിൽ സാമ്രാജ്യത്വത്തിന് CIA തടയാൻ കഴിഞ്ഞു. ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന ജനാധിപത്യ സോഷ്യലിസ്റ്റ് ശക്തികളുടെ എല്ലാ പ്രകടനങ്ങളിലും ചെഗുവരയുടെ ചിത്രമാണ് നമ്മുടെ തലമുറ. അവർ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല, എന്ന് പറഞ്ഞാൽ വിമോചനത്തിന് വേണ്ടി ജീവനും ചോരയും നൽകിയ ഒരു നീതിമാന്റെ പ്രതീകമാണ് ചെഗുവര എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്ത് സ്വന്തം ജനതയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംനിർണയത്തിനും ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശത്തിനും ആ രാഷ്ട്രത്തിൽ സ്ഥിതിസമത്വം നിലവിൽ വരുത്താൻ ചൂഷകർക്കെതിരായിട്ടുള്ള ഭരണനടപടികൾ സ്വീകരിക്കുന്നതിൻ്റെയും പേരിലാണ് ക്യൂബ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നത്, ക്യൂബ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്, ക്യൂബയിലെ നേതാക്കന്മാർക്കെതിരായിട്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചരിത്രം റൗൾ കാസ്ട്രോയെ ശരിവെക്കുകയായിരിക്കും ചെയ്യാം. നിലവിൽ ക്യൂബ അമേരിക്ക ബന്ധം വഷളായി തന്നെ തുടരുകയാണ്. ഇതൊരു സമവായത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ സമാധാനപരമായൊരു മുന്നോട്ട് പോകാനായിട്ട് എന്തായിരിക്കും ഒരു തടസ്സമായിട്ടുണ്ടാവും? അത് ലാറ്റിൻ അമേരിക്കയിലെ അമേരിക്കൻ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ദുരമൂത്ത വിഭവങ്ങളും സമ്പത്തും ഒക്കെ കൊള്ളയടിക്കാനുള്ള, കൈയടക്കാനുള്ള താല്പര്യമാണ്. ഇപ്പോൾ ചിലിയിലെ ചെമ്പുകനികൾ അലൻ്റെ ഗവൺമെൻറ് ദേശാൽക്കരിച്ചപ്പോഴാണ് അവർ പിനോഷയെ കൂട്ടുപിടിച്ച് അട്ടിമറിയുണ്ടാക്കിയത്. കാരണം ടെലഫോൺസ് ആൻഡ് ടെലഗ്രാഫ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത പദാർത്ഥമാണ് എന്ത്? ചെമ്പ്. അവരെ അതിനു വേണ്ടിയുള്ള ചെമ്പ് കമ്പികളൊക്കെ എന്താണ്, ചിലിയിലെ ചെമ്പ് ഖനികളിൽ നിന്നാണ് ചെമ്പ് കുഴിച്ചെടുത്ത് ശേഖരിക്കുന്നത്. അവർക്ക് വലിയ ഭീഷണിയായി ഈ ദേശാൽക്കരണം. അവർ വലിയ വില കൊടുത്ത് വാങ്ങിക്കണത്. അവർ യാതൊരു വിധത്തിലുള്ള ഉപാധികളുമില്ലാതെ, വ്യവസ്ഥയുമില്ലാതെ കൈയടക്കി ഇഷ്ടം പോലെ ചെമ്പ് ഖനനം ചെയ്ത് കൊണ്ടുപോയതാ. അപ്പോൾ ദേശാൽക്കരണം ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പ്രശ്നമായി. അപ്പം ഈ വിഭവങ്ങളും സമ്പത്തും ഓരോ ജനതക്കും, ഓരോ ഇൻഡിജിനസിനും, ഓരോ തദ്ദേശ ജനതക്കും അവകാശപ്പെട്ടതാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത അധിനിവേശ മോഹമാണ് അമേരിക്കക്ക്, അധിനിവേശ അഹന്തയാണ് അമേരിക്കക്ക്. അപ്പോൾ അമേരിക്കയുടെ ഈ അധിനിവേശ മോഹങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം അവരിൽ നിന്ന് പിന്തിരിയില്ല. പക്ഷേ സാർവദേശീയ സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ്, പിന്തിരിഞ്ഞ് പോകേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സാർവദേശീയ അഭിപ്രായങ്ങളും സമ്മർദ്ദങ്ങളും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സാമ്രാജ്യത്വ വിരുദ്ധ ജനാധിപത്യ ശക്തികളുടെയും സോഷ്യലിസ്റ്റുകളുടെയും യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഇന്നത്തെ ഉത്തരവാദിത്വം. അവിടെ ഈ സംസാരത്തിൽ എന്ത് തന്നെയായാലും നമുക്ക് ഇറാനെ പരാമർശിക്കാതെ പോകാനായിട്ട് പറ്റില്ല. 53 മൊസാദിക്കിനെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ ഒരു പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിച്ചത് മുതൽ ഇങ്ങോട്ട് ഇത് കാലം അത്രയും തന്നെ ഇറാനെ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് അമേരിക്കൻ ഭരണകൂടം കണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള അമേരിക്കൻ താല്പര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഐഡിയോളജിക്കലാണോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലിൻ്റെ ഭാഗമായിട്ടാണോ? ജിയോ പൊളിറ്റിക്കലാണ്, വിഭവങ്ങളാണ് പ്രധാനം. ഈ ഇറാൻ എന്ന് പറയുന്നത് ലോകത്തെ 3ാമത്തെ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. പ്രകൃതിവാതകത്തിൻ്റെ കാര്യത്തിൽ അത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി ഇറാൻ്റെ ആ മെഡിറ്ററേനിയൻ തീരത്ത് ഈ രാജ്യത്തിൻ്റെ പ്രാധാന്യം ഹോർമസ് കടലെടുക്കുകയാണ്, വാണിജ്യപാതകൾ. അപ്പോൾ ഇതൊക്കെ അമേരിക്കയെ അംഗീകരിക്കാത്ത, അമേരിക്കക്ക് വഴങ്ങിത്തരാത്ത ഒരു പരമാധികാര രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാകുന്ന അമേരിക്കക്ക് പ്രശ്നമാണ്. അവരെത്രയോ കാലമായി ഇറാനിലെ എണ്ണയും വിഭവങ്ങളും കൈയടക്കാൻ ശ്രമിക്കുക. പക്ഷേ 50 അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ, 48 അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അവർ എണ്ണ ദേശാൽക്കരിച്ചു, ബ്രിട്ടീഷ് കമ്പനികൾ ദേശാൽക്കരിച്ചു. അതോടുകൂടിയാണ് മൊസാദിക്കിനെതിരായിട്ട് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്നുകൊണ്ട് CIA മുൻകൈയെടുത്ത് ഒരു അട്ടിമറി ഉണ്ടാക്കുന്നത്. ആ അട്ടിമറിയിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെയും ഇറാനിലെ ഷാ ഭരണകൂടത്തിൻ്റെ അനുയായികളായിട്ടുള്ള വലിയ ഫ്യൂഡൽ പ്രഭുക്കന്മാരെയാണ് അവർ കൂട്ടുപിടിച്ചത്. അങ്ങനെയാണ് 53 അദ്ദേഹത്തെ തടവിലിട്ട് അട്ടിമറി നടത്തി ഷാ ഭരണകൂടത്തെ അധികാരമേൽപ്പിക്കുന്നത്. 79 ഖൊമേനിയൻ വിപ്ലവം വരെ ഷാ ഭരണകൂടം അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചു. ഖൊമേനിയൻ വിപ്ലവത്തിന് ശേഷം അവിടെ അധികാരത്തിൽ വന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്, ആ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിൻ്റെ സ്ത്രീവിരുദ്ധമായ നിലപാടുകളോടൊന്നും നമുക്കാർക്കും യോജിപ്പില്ല. പക്ഷേ ആ ഗവൺമെൻറ് ഒരു കാര്യം സ്വീകരിച്ചു. അതെന്താണ്? അമേരിക്കക്ക് സാമ്രാജ്യത്വത്തിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല.
ആ കാര്യത്തിൽ ആദർശാത്മകമായ തന്നെ ഒരു നിലപാട് അവർ സ്വീകരിച്ചു. ആ ഒരു സന്ദർഭത്തിലാണ് ഇറാനെതിരായിട്ട് ഇറാഖിനെ ഉപയോഗിച്ച് യുദ്ധം ആരംഭിച്ചത്. ഇറാൻ ഇറാഖ് യുദ്ധം, ദശകങ്ങൾ നീണ്ടുന്ന യുദ്ധം. ആ യുദ്ധം മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് കുപ്രസിദ്ധമായ ഇറാൻ ഗേറ്റ്. അമേരിക്കയുടെ പക്ഷത്താണ് ഇറാഖ്. അമേരിക്കയാണ് ഇറാഖിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നത്. പക്ഷേ ഇറാഖിന് ആയുധം വിൽക്കുന്ന അതേ അമേരിക്ക തന്നെ ഇറാൻ്റെ മിലിറ്ററിക്കും ആയുധം സപ്ലൈ ചെയ്തു. അപ്പോൾ യുദ്ധമുഖത്ത് നിന്ന് ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇറാഖിൻ്റെ ഇൻ്റലിജൻസ് ഇത് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അമേരിക്കയുടെ ഏറ്റവും നൂതനമായ ആയുധങ്ങളുണ്ടായിട്ടും ഇറാനോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്? ഇറാന് എവിടെ നിന്നാണ് ഈ പ്രതിരോധ ആയുധങ്ങൾ കിട്ടുന്നത്? ഈ സദാം ഹുസൈൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് അന്വേഷിച്ചപ്പോഴാണ് ഇവരുപയോഗിക്കുന്ന ആയുധങ്ങളുടെ പ്രതിരോധമുള്ള ആയുധങ്ങൾ ഇറാനിൽ അവർ ഉപയോഗിക്കുന്നത് രണ്ടും അമേരിക്കൻ കമ്പനികളുടെയാണ്. അങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ ഗേറ്റ് വിവാദം ഉയർന്നു വരുന്നത്. വലിയ പ്രശ്നം. സദാം ഹുസൈൻ്റെ അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു ആ ഒരു സന്ദർഭത്തിലാണ്. ഷിയ സുന്നി, സദാം സുന്നിയാണ്, അവിടെ ഷിയ മതക്കാരാണ്. ഈ ഷിയ സുന്നി ഭിന്നത, അതിൻ്റെ സാംസ്കാരിക സംഘർഷങ്ങൾ വളർത്താനുള്ള ശ്രമം, ഇതെല്ലാം ലോകം കണ്ടതാണ്. വഴങ്ങിക്കൊടുത്തില്ല ഇറാൻ എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്ക്. ആ റിപ്പബ്ലിക്കിനെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ 90-കൾക്ക് ശേഷം അമേരിക്ക സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്താണ്? ഇറാനിലെ മതമൗലികവാദ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ടെന്നാണ്. അതിനുവേണ്ടി ലോകാഭിപ്രായം ഉണ്ടാക്കി. ആണവോർജ്ജ ഏജൻസിയെ സ്വാധീനിച്ചു, ഐക്യരാഷ്ട്രസഭയെ സ്വാധീനിച്ചു, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഒരു നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാ പരിശോധനകളിലും എന്താണ്? ഇറാനിൽ ആണവായുധം ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ ലാറ്റിൻ അമേരിക്കയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ സമൂഹവും ഇന്ത്യൻ മാധ്യമങ്ങളും അതിന് നേരെ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരു 90-ക്ക് ശേഷം ഇന്ത്യ അതിൻ്റെ സ്വതന്ത്രമായ വിദേശ നയം ഉപേക്ഷിച്ചു. 50-കൾക്കിടെ ലോകമാകെ വൻശക്തി മേധാവിത്വത്തിനെതിരായിട്ട് സ്വതന്ത്ര വിദേശ നയമെന്ന നിലയ്ക്ക് ചേരിചേരാ നയം, അതിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെട്ട രാജ്യമാണ് ഇന്ത്യ, നെഹ്റുവിൻ്റെ ഇന്ത്യ. നെഹ്റുവും ചൈനയിലെ ചൗവലായും ഈജിപ്തിലെ നാസറും യൂഗോസ്ലോവിയയിലെ മാർഷൽ ടിറ്റലും ഇവരൊക്കെ ടിറ്റുവും ഒക്കെ ചേർന്നുകൊണ്ടാണ് ചേരിചേരാ നയം ആവിഷ്കരിച്ചത്. ഞങ്ങൾ ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു വൻശക്തി മേധാവിത്വത്തെയും അംഗീകരിക്കുന്നില്ല. രാഷ്ട്രങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കേണ്ട ജനതകൾ ഏതെങ്കിലും അധികാരശക്തിയുടെ കീഴ് ജീവിക്കേണ്ട, പറഞ്ഞാൽ കൊളോണിയലിസം, ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഈ കാര്യത്തിൽ എന്താണ്? ചേരിചേര എന്ന് പറഞ്ഞാൽ, സ്വതന്ത്ര വിദേശ നയം എന്ന് പറഞ്ഞാൽ വൻശക്തി മേധാവിത്വത്തിന് വഴങ്ങില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുങ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ബന്ധുങ് സമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഭൂരിപക്ഷ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയുണ്ടായിരുന്നു അതിന്. ആ സമ്മേളനത്തിൽ സൗദി ഭരണകൂടത്തിൽ സൗദി രാജകുമാരൻ വരെ പങ്കെടുത്തു. നാസറാണ് സൗദി കുടുംബത്തുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ അമേരിക്കൻ ആധിപത്യത്തിന് വഴങ്ങരുത്, അതുകൊണ്ട് സ്വതന്ത്ര വിദേശ നയം വേണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ശക്തമായ വക്താവായിട്ട് ഇന്ത്യ വന്നു. ഇന്ത്യ എല്ലാ സാർവദേശീയ പ്രശ്നങ്ങളിലും ഈ ഒരു സ്വതന്ത്ര വിദേശ നയം സ്വീകരിക്കാനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലസ്തീന് നമ്മൾ പിന്തുണ കൊടുത്തത്. PLOവിന്, യാസർ അറാഫത്തിന്, രാഷ്ട്രമില്ലാത്ത രാജ്യത്തിൻ്റെ രാഷ്ട്രപ്രതിനിധി എന്ന നിലക്ക് ഇന്ത്യയിൽ അദ്ദേഹത്തിന് കൽപ്പിത പദവി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ നമ്മൾ പലസ്തീൻ രാഷ്ട്രമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു ഗവൺമെൻറ് ഇല്ലാത്ത രാജ്യത്തിന് എന്ത് ചെയ്ത് നമ്മൾ ഇവിടെ നയതന്ത്ര കാര്യാലയം ഡൽഹി തുറക്കാൻ കൊടുത്തത്. ലോകത്തിലെ എല്ലാ വിമോചനവും, വർണ്ണവറിയൻ, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെയാണ് ശ്രമിച്ചത്. ഇതിലെല്ലാം നമ്മൾ ശക്തമായ നിലപാടെടുത്തു. അമേരിക്കൻ വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു. പക്ഷെ 90-കൾക്ക് ശേഷം നവലിബറൽ നയങ്ങളുടെ ആഗോളവൽക്കരണത്തിൻ്റെ തുടർച്ചയിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഈ സ്വതന്ത്ര വിദേശ നയം ഉപേക്ഷിച്ചു. 92 വരെ ഇന്ത്യ ഇസ്രയേൽ ആയിട്ട് ഒരു ബന്ധവുമില്ല, ഒരു നയതന്ത്ര ബന്ധവുമില്ല. 92-ന് ശേഷമാണ് നരസിംഹറാവുവിൻ്റെ സർക്കാർ നെഹ്റുവിൻ്റെ വിദേശ നയം ഉപേക്ഷിച്ച് ഇസ്രയേലുമായിട്ട് ബന്ധമുണ്ടാക്കുന്നത്. നമ്മൾ അമേരിക്കയുടെ ഒരു ജൂനിയർ പങ്കാളിയാവാനാണ് ശ്രമിച്ചത്. ജൂനിയർ പാർട്ണർഷിപ്പിലേക്ക് പോയി.
അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഗൾഫ് യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചില്ല. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉയർന്നു വന്നു. അന്നത്തെ ഗവൺമെൻറ്, VP സിംഗിൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ചൊരു നിലപാട്, ആ നിലപാട് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ആയിരുന്നില്ല. VP സിംഗ് വളരെ ശക്തമായിട്ട് അമേരിക്കൻ ഇറാഖ് അധിനിവേശത്തെ ശക്തമായി എതിർത്തു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ സദ്ദാം ഹുസൈൻ നമ്മളെ സഹായിച്ചു. അന്നത്തെ കേന്ദ്രമന്ത്രിയാണ് കോഴിക്കോട്ടുകാരനായ KP ഉണ്ണികൃഷ്ണൻ. കുവൈറ്റിലും കുവൈറ്റ് സിറ്റിയിലും ബാഗ്ദാദിലുമൊക്കെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്രത്യേക വിമാനങ്ങൾ ഏർപ്പെടുത്തി. ആ വിമാനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോരണമെങ്കിൽ എന്ത് വേണം, ഈ സുന്നി മിലിറ്റൻറ്റുകളുടെ സൈനികാക്രമണം ഉണ്ടാവരുത്. സദ്ദാം ഹുസൈനെ പോയിട്ട് കണ്ടു. അപ്പോൾ ആ സ്വതന്ത്ര വിദേശ നയത്തിൻ്റെ കരുത്താണത്. എന്നാൽ തുടർന്നുള്ള കാലത്ത് നമ്മളെന്താ കണ്ടത്, കോൺഗ്രസ് ഗവൺമെൻറ് ഒരു വിഷയത്തിലും നിലപാട് സ്വീകരിച്ചു. രണ്ടാം ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കാലാകാലമായി സ്വീകരിച്ചിരുന്ന സ്വതന്ത്ര വിദേശ നയം ഉപേക്ഷിച്ച് നമ്മൾ അമേരിക്കയുടെ കൂടെ ചേർന്നു. എല്ലാ സാർവദേശീയ പ്രശ്നങ്ങളിലും അമേരിക്കൻ പക്ഷപാതത്തിലേക്ക് നമ്മൾ പോയി. ഇറാനെതിരായിട്ടുള്ള ആണവ പ്രശ്നത്തിലെ വോട്ടിങ്ങിന് വരെ ഇന്ത്യ എന്താണ്, ഇറാനെതിരായിട്ട് വോട്ട് ചെയ്തു. ഇന്ത്യയുടെ ചിരപുരാതന സുഹൃത്താണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അപ്പം നമുക്ക് ആ സ്വതന്ത്ര വിദേശ നയം നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ, അമേരിക്കയുടെ ലോകാധിപത്യത്തിന് അനുകൂലമായ അഭിപ്രായ രൂപീകരണമാണ് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ വിഷയത്തിലും അവരെന്താണ്, അമേരിക്കയാണ് ഇസ്രയേലാണ് യുദ്ധം തുടങ്ങിയത്, പക്ഷേ എന്താണ്, ഇറാനെയാണ് കുറ്റവാളിയാക്കുന്നത്, പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇരകളെ തന്നെ അതിൻ്റെ കുറ്റക്കാരാക്കുന്ന ബ്ലെയിമിങ് വിക്ടിംസ്, ഈ ഒരു തിയറിയാണ്, ഇതൊരു ഫാസിസ്റ്റ് തിയറിയാണ്, ഈ ഒരു സയനിസ്റ്റ് തിയറിയാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെയും ന്യൂസ് ഡെസ്കുകളെയും എഡിറ്റോറിയൽ റൂമുകളെയും നയിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവസാനമായി ഉപരോധങ്ങളും ആക്രമണങ്ങളും മാത്രമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ ട്രംപിൻ്റെ ഈ ഏകധ്രുവ ആധിപത്യത്തെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ കൂടുതൽ രാജ്യങ്ങൾ ഉയർന്നു വരേണ്ടത്. തീർച്ചയായിട്ടും ട്രംപ് ഇപ്പോൾ നിലവിട്ട കളികളിക്കുന്നത് എന്തുകൊണ്ടാണ്, ചൈനയുടെ നേതൃത്വത്തിൽ 150ഓളം രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് വികസിക്കുക. അത് വികസിച്ച് വന്നു കഴിഞ്ഞാൽ ലോക വാണിജ്യത്തിൻ്റെ ഭൂരിപക്ഷവും ഈ ബെൽറ്റ് ആൻഡ് റോഡ് വഴിയായിരിക്കും. അങ്ങനെ വന്നാൽ അമേരിക്ക ഒരു സാമ്രാജ്യത്വ ശക്തിയായി ലോകാധിപത്യത്തിലേക്ക് വളർന്നു വന്ന ചരിത്രഗതിയിൽ അത് രൂപപ്പെടുത്തിയ സ്ഥാപനപരമായ വാണിജ്യ ശൃംഖലകൾ തകരും. ലോക വാണിജ്യം ഈ ബെൽറ്റ് ആൻഡ് റോഡ് നെറ്റ്വർക്കാവും. അപ്പോൾ എന്താണ്, ലോക വാണിജ്യത്തിൻ്റെ ചിലവ് കുറയും. അങ്ങനെ ചിലവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് 100 രൂപക്ക് കിട്ടുന്ന ഒരു സാധനം 60 രൂപക്ക് വരെ കിട്ടും. 40% വില കുറവുണ്ടാവുമെന്നാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ പറയുന്നത്. ഒരു കാര്യം അത്. രണ്ടാമത്, അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബ്രിക്സ് ഉണ്ടായത്. ബ്രസീൽ, ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യം. ഇപ്പം എന്താണ്, ബ്രിക്സ് പ്ലസ് ആണ്. ഇറാനൊക്കെ ബ്രിക്സിൽ വന്നിരിക്കുകയാണ്. ആ ബ്രിക്സ് എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ 37%, ലോക വാണിജ്യത്തിൻ്റെ 40% ഈ ബ്രിക്സ് രാജ്യങ്ങളാണ്. അവരുടെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്ന ചൈനയിലെ അവർ ബ്രിക്സ് ഉച്ചകോടി, അതിനു മുമ്പ് അവർ കാസിൻ റഷ്യയിൽ അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ആലോചന എന്താണ്, അമേരിക്കയുടെ ലോക വാണിജ്യത്തിനും കറൻസിക്കും മുകളിലുള്ള ആധിപത്യം അവസാനിപ്പിക്കണം. അതുകൊണ്ട് എന്താണ്, ഡോളറിലുള്ള വിനിമയം അവസാനിപ്പിക്കണം. ഡോളറിൻ്റെ ഹെജ്മണി തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അമേരിക്കൻ വാണിജ്യവും സമ്പദ്ഘടനയും പ്രതിസന്ധിയിലാവുക എന്നുള്ളതാണ്. ഡോളറിൻ്റെ ഹെജ്മണിയെ ചോദ്യം ചെയ്യുക എന്ന് മാത്രമല്ല, IMF, ലോകബാങ്ക് തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് അമേരിക്ക അവരുടെ ലോകാധിപത്യം സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ ബാങ്കിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുകയാണ്. ആ ആലോചനകളെ ബ്രിക്സിൻ്റെ ഉന്നത ബോഡിയിൽ എതിർത്തത് ഇന്ത്യ കേട്ടോ. കാരണം അവർക്ക് അമേരിക്കക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് ഇന്ത്യയാണ്.
എന്ന് പറഞ്ഞാൽ ബ്രിക്സ് പോലുള്ള വലിയ കൂട്ടായ്മകൾ ഉണ്ടാവുകയാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉള്ളത്. അതും എന്താണ് ഇന്നത്തെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ലോകത്ത് 1990കളിലെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് അനന്തര ലോകത്ത് അമേരിക്കക്ക് എതിരാളികളില്ല. ഇനി അമേരിക്കക്ക് കീഴിലുള്ള ഏകധ്രുവാത്മകമായൊരു ലോകക്രമമാണ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ബഹുധ്രുവാത്മകതയിലേക്ക് ലോകം പോവുകയാണ്. ആ ബഹുധ്രുവാത്മകത തന്നെയാണ് അമേരിക്കയുടെ ഹെജിമണിയെ എല്ലാ രംഗത്തും, അധികാരത്തെ ആധിപത്യത്തെയും എല്ലാ രംഗത്തും ദുർബലമാക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ അത്ര മോശമല്ല. ഇന്ന് 5 രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൈനയുണ്ട്, വിയറ്റ്നാമുണ്ട്, ലാവോസുണ്ട്, ക്യൂബയുണ്ട്, വടക്കൻ കൊറിയയുണ്ട്. അമേരിക്ക പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ നിയോ ലിബറൽ വാണിജ്യ തന്ത്രങ്ങളും താരിഫ് യുദ്ധങ്ങളും എല്ലാം നടത്തിയിട്ടും, അതുപോലെ തന്നെ ഇന്ത്യനിസ്റ്റ് വിവാഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ വടക്കൻ കൊറിയക്കെതിരായി നടത്തിയിട്ടുള്ള നിരവധി ഗൂഢാലോചനകൾ, അവരുടെ ആണവായുധങ്ങൾക്കെതിരായിട്ട്, ആണവനിലയങ്ങൾക്കെതിരായിട്ടുള്ള ഗൂഢാലോചന, ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലോക ജനതയുടെ 150 കോടിയോളം വരുന്ന ജനങ്ങൾ സോഷ്യലിസ്റ്റ് സർക്കാരുകൾക്ക്, ഭരണകൂടങ്ങൾക്കില്ല. അതുമാത്രമല്ല, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ നിയോ ലിബറൽ അമേരിക്കൻ ഹെജിമണി അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഗവൺമെൻറ്റാണ്. യൂറോപ്പിൽ ഒരുപാട് ഇടതുപക്ഷം, ലാറ്റിൻ അമേരിക്കയിൽ അത്രയും ഗവൺമെൻറ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകം 90കളുടെ പകുതിയിൽ കാസ്ട്രോ പറഞ്ഞതുപോലെ നിങ്ങൾ പറയും വലത്തോട്ടാണെന്ന്, പക്ഷേ ഞങ്ങൾ ലോകത്തെ ഇടത്തോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം സാമ്രാജ്യത്വ ആധിപത്യത്തിനും അതിൻ്റെ അധിനിവേശ തന്ത്രങ്ങൾക്കും അതിനായി അത് രൂപപ്പെടുത്തിയ IMF, ലോകബാങ്ക്, WTO തുടങ്ങിയിട്ടുള്ള സാമ്രാജ്യത്വ ധനകാര്യ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഒക്കെ എതിരായിട്ടുള്ള വലിയ ബദലുകൾ, ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ തുടങ്ങിയ വലിയ ബദലുകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ചൈന ഇന്നത്തെ ആഗോള രംഗത്ത് സാമ്പത്തികമായ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലക്ക് വലിയ രീതിയിൽ വളർന്നു വരികയാണ്. അപ്പോൾ ചൈനയുടെ ഈ എമർജിങ്, ചൈന ടെക്നോളജിയുടെ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിപ്പുകൾ, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ പരമ്പരാഗതമായ ഒരു സമ്പദ്ഘടന എന്ന നിലക്കുള്ള അതിൻ്റെ ആഗോളാധീശത്വത്തെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്നതാണ്. അതുകൊണ്ട് ലോകം ട്രംപിൻ്റെ ഈ ഭ്രാന്തൻ അധിനിവേശ തന്ത്രങ്ങൾക്ക് കീഴിലാണ് എന്നാരും ചിന്തിക്കേണ്ട. അതിനെ പ്രതിരോധിക്കുന്ന ബദലുകളുടേതായ ഒരു ലോകം കൂടിയാണ്. 150 കോടി ജനങ്ങൾ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലാണ്. വലിയ പ്രതിസന്ധികളെയും ഉപരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ ക്യൂബയൊക്കെ സോഷ്യലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ സമകാലീന ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ പ്രത്യയശാസ്ത്രപരമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് മലയാളിക്ക് കഴിയേണ്ടത്. അല്ലാതെ കമ്മ്യൂണിസം തകർന്നു പോയി, ഇടതുപക്ഷമൊക്കെ പോയി, ഇനി എന്താണ് ലെഫ്റ്റ് എന്ന് പറയുന്നത് വലതുപക്ഷമാണ് എന്നൊക്കെയുള്ള ഈ രീതിയിലുള്ള നമ്മുടെ ഈ എന്താ പറയുക, വലതുപക്ഷത്തെ ഇടതുപക്ഷമാക്കുന്ന മറിമായം ഉണ്ടല്ലോ, ആ മറിമായം പോലുള്ള അത്തരത്തിലുള്ള ബൗദ്ധിക കസരത്തുകൾക്കപ്പുറത്ത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, വസ്തുനിഷ്ഠതയെ കണ്ണു തുറന്ന് കാണാനും സാമ്രാജ്യത്വവും അതിൻ്റെ മാധ്യമ ശൃംഖലകളും സൃഷ്ടിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ മിഥ്യകളെ, സോഷ്യലിസമൊക്കെ പോയി ആകെ കേരളത്തിൽ മാത്രമായിരുന്നു ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും തകർന്ന് പേരിന് വേണമെങ്കിൽ CP ജോൺ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ CP ജോൺ മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ ഒരു മന്ത്രിയായിട്ടുള്ളത്, വേറെ എവിടെയും കമ്മ്യൂണിസ്റ്റുകാരില്ല എന്നൊക്കെ പറയുമ്പം ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, ലോകം എങ്ങോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ, ആ മാറ്റത്തിൻ്റെ ഗതിവിഗതികൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ തിരിച്ചടികളെ ആഘോഷങ്ങളാക്കാം ആളുകൾക്ക്. പക്ഷേ ആ ആഘോഷങ്ങളൊക്കെ എന്താണ്, ക്ഷണനേരത്തേക്ക്, വളരെ ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. ചരിത്രം എപ്പോഴും എന്താണ്, മനുഷ്യരാശിക്ക്, സോഷ്യലിസത്തിന്, സമത്വാശയങ്ങൾക്ക്, ചൂഷിതരുടെയും മർദ്ദിതരുടെയും അഭിലാഷങ്ങൾക്ക് അനുസൃതമായ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ചരിത്രം ജനങ്ങളുടെ കൂടെയായിരിക്കും. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കും എന്തെല്ലാം തരത്തിലുള്ള പ്രതികൂലതകളും ഉപരോധങ്ങളും ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ലളിതവും എന്നാൽ അതീവ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം.